Good morning, everyone. Welcome to Attendant Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 2nd January 2023. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ എത്തി. അപ്പോൾ നമ്മളിപ്പോൾ 2023 കടന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ബിഗിനിങ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വർഷത്തെ ആദ്യത്തെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ എഡിറ്റോറിയൽ സെഷൻ നിങ്ങൾക്ക് അറിയാം, എല്ലാ ദിവസവും ഉണ്ട്. മൺഡേ ടു സാറ്റർഡേസിലുണ്ട്. 8:30 AM രാവിലെ 8:30 മണിക്കാണ് സെഷൻ. അപ്പം നമുക്ക് ഒരുപാട് വൊക്കാബുലറി പഠിക്കാം, അതുപോലെ നമ്മുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാം. ആൻഡ് ലെറ്റ്സ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ റീഡിംഗ് എബിലിറ്റി കൂട്ടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള സെഷനാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഹിന്ദു എഡിറ്റോറിയലിലെ വേർഡ്സും ആർട്ടിക്കിളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജനറൽ അവയർനെസ് വേണ്ടി കിട്ടും. അപ്പോൾ ഓൾ ഇൻ വൺ സെഷനാണ്. എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. നമുക്ക് നമ്മുടെ കോട്ട് വെച്ച് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മുടെ കോട്ടിന് ഇതാണ്: another day, a whole another set of possibilities. ഇതൊരു പുതിയ ദിവസമാണല്ലേ, ഇന്ന് ഒരു പുതിയ വർഷം, പുതിയ ദിവസമാണ്. അപ്പൊ നമുക്കൊരു പുതിയ സെറ്റ് ഓഫ് പോസിബിലിറ്റീസ് നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന പോസിബിലിറ്റീസ് നമ്മൾ തട്ടിക്കളയരുത്, അല്ലെ? നമുക്ക് കിട്ടുന്ന ഓരോ ചാൻസും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, തട്ടിക്കളയരുത്. അപ്പൊ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക്, ഇതൊരു അവസരമാണ് നിങ്ങൾക്ക്. ഈ പോസിബിലിറ്റീസിനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. പോസിറ്റീവ് സെൻസിൽ എടുക്കാം, നെഗറ്റീവ് സെൻസിൽ എടുക്കാം. ടു ട്രൈ ഇറ്റ് ഓർ നോട്ട് ടു ട്രൈ, അതെല്ലാം നമ്മുടെ ചോയ്സ് ആണ്, അല്ലെ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓർ തോട്ട് ഇത് തന്നെ ഇതായിരിക്കണം: ഒരു പുതിയ ദിവസമാണ്, പുതിയ സെറ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ എങ്ങനെ അതിനെ സ്വീകരിക്കണം എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു എന്താ ചോയ്സ് ആണ്. സോ ഐ ഗെസ് യു നോ ഹൗ ടു യൂസ് ദി ചോയ്സ്, അല്ലെ? എങ്ങനെ എന്റെ ചോയ്സ് ഞാൻ എടുക്കണം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? അപ്പൊ നമുക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പൊ എനിവേസ് വെൽക്കം വൺസ് അഗൈൻ. നമുക്ക് നമ്മുടെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാ നോക്കാം. ഇന്ന് 2 ആർട്ടിക്കിൾസ് വന്നതിൽ ഒരു ആർട്ടിക്കിള് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് ഡിസ്കഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് നമ്മുടെ വോട്ടേഴ്സ് ഉണ്ട്, ഡൊമസ്റ്റിക് മൈഗ്രൻസ് ഉണ്ട്. അപ്പൊ ഈ ഡൊമസ്റ്റിക് മൈഗ്രൻസിനൊക്കെ ഇലക്ട്രോണിക് വോട്ടിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, അതും എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇലക്ട്രോണിക് റിമോട്ട് വോട്ടിംഗ് സിസ്റ്റം അറേഞ്ച് ചെയ്യുന്നതിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ടെന്ന് കുറച്ച് നാളെ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് മൈഗ്രൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് വോട്ടിംഗ് എങ്ങനെയാണ് ചെയ്തു കൊടുക്കുക. കാരണം ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് തന്നെ ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയെ പോലെ തന്നെ അതുപോലെ ആൾക്കാർ വോട്ട് ചെയ്യുന്നത്, ആക്റ്റീവ്ലി ഇൻവോൾവ് ആയിട്ട് വോട്ട് ചെയ്യുന്ന ഒരു എന്താണ് സ്ഥലം അല്ലെങ്കിൽ ഒരു കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പം അവിടെ ഡൊമസ്റ്റിക് മൈഗ്രൻസിന് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് റിമോട്ട് വോട്ടിംഗ് സിസ്റ്റം അറേഞ്ച് ചെയ്യുന്നതിനെ പറ്റി ഒരു ആർട്ടിക്കിളാണ്. അതിലെ പ്രോസ് ആൻഡ് കോൺസ് എന്ന രീതിയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും ഒരു ആർട്ടിക്കിളിൽ. ഓക്കെ, അപ്പൊ അതാണ് ഒരു ആർട്ടിക്കിൾ. ആൻഡ് അടുത്ത ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ചെറിയ ഇൻവെസ്റ്റേഴ്സ്, അവരിലൊക്കെ അവരുടെ റിട്ടേൺസ്, അവരുടെ പ്രോഫിറ്റിൽ ഇത്ര ശതമാനം ഒരു എന്താണ് ഹൈക്ക് വന്നിട്ടുണ്ട്. ചെറിയൊരു ഹൈക്ക്, ഒരുപാടൊന്നുമില്ല, എന്നാൽ ഒരു പ്രോമിനന്റ് ഹൈക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റി ഇന്ന് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ 2 ആർട്ടിക്കിൾ ഉണ്ട്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വോട്ടിംഗ് സിസ്റ്റത്തിന്റെ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റിയാണ്. എങ്ങനെയാണ് അത് വന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണ് സ്മോൾ ഇൻവെസ്റ്റേഴ്സിലല്ല ഹൈക്ക് വന്നത്, സോറി. രണ്ടാമത്തെ ആർട്ടിക്കിൾ സ്മോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ, സേവിങ് റേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ റിട്ടേൺസിന് റേറ്റിന് കുറച്ച് ഹൈക്ക് വന്നിട്ടുണ്ട്. ആ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഹൈക്കിനെ പറ്റിയാണ് ഒരു ആർട്ടിക്കിൾ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പൊ എല്ലാവരും ഉഷാറാണല്ലോ, അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ, അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ? അതുപോലെ തന്നെ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു, സന്തോഷമായിട്ട് ഇരിക്കുന്നു എല്ലാവരും, ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുവാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ ന്യൂ ഡേ. അപ്പൊ നമുക്ക് നമ്മുടെ അഡക്റ്റിവേഴ്സ് ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർ വേഗം ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡെയിലി നിങ്ങൾക്ക് ക്വിസസ് കിട്ടും, സബ്ജക്ട് വൈസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം, ഓർ എക്സാം വൈസ് ക്വിസസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് പഠിക്കാം, എന്നിട്ട് അനലൈസ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട്, ഓക്കെ സെറ്റ് ആണോ, നിങ്ങളുടെ പഠനം കറക്റ്റ് ട്രാക്കിലാണോ എന്ന് അനലൈസ് ചെയ്യാം. അതുപോലെ ജോബ് അലേർട്സ്, നോട്ടിഫിക്കേഷൻസും കറണ്ട് അഫയേഴ്സിന്റെ ബുള്ളറ്റിൻ പോയിന്റ്സും കൃത്യമായിട്ട് നിങ്ങൾക്ക് ആപ്പ് വഴി കിട്ടും കേട്ടോ. അപ്പോൾ എപ്പോഴും ഒന്ന് കണക്റ്റഡ് ആയിരിക്കുക. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കേണ്ട കാര്യം, സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്യുക. വാട്ട് ആർ യു പ്രിപ്പയറിംഗ് ഫോർ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്യുക, അതിൽ കേരള എക്സാംസ് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മലയാളത്തിലുള്ള ക്വിസസ്, മലയാളം നമ്മുടെ കോഴ്സുകൾ റിലേറ്റഡ് ആയിട്ട് ക്വിസസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മുടെ അഡക്റ്റ് മലയാളം ചാനൽ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്താ ആലോചിക്കാനല്ലേ, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കേരള സ്റ്റേറ്റ് എക്സാംസിനാണെങ്കിലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ എക്സാംസ് ആണെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ, എക്സാം അനാലിസിസ്, അതുപോലെ തന്നെ സ്ട്രാറ്റജി വീഡിയോസ്, നോട്ടിഫിക്കേഷൻസ് എല്ലാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ റൈറ്റ്, യെസ്, ഓക്കെ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും ഉഷാറാണല്ലോ, അല്ലെ? ഏതിന്റെ വീഡിയോ ചോദിച്ചേ, ഞാൻ കണ്ടില്ലല്ലോ.
SI, secretary assistant, university assistant, etc. PSC exam cut off mark ഡീറ്റെയിൽസ് പറ്റി. നിബ്രാസെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കട്ട് ഓഫ് ഇപ്പൊ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കട്ട് ഓഫിനെ പറ്റി എന്തുണ്ടെന്നുള്ള വീഡിയോ കൃത്യമായിട്ട് എടുത്ത് ചെയ്യാത്ത. കഴിഞ്ഞ കട്ട് ഓഫ് നമുക്ക് പറയാം. വരാൻ പോകുന്ന കട്ട് ഓഫ് എന്തൊക്കെയെന്ന് പ്രവചിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എത്ര ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതും അതിൽ എത്ര പേര് എഴുതുന്നുള്ളതും അറിഞ്ഞിട്ടൊക്കെയാണ്. പിന്നെ സ്ഥലം അതും കൂടെ നോക്കിയിട്ടാണ്, പോസ്റ്റിംഗ് സ്ഥലം കൂടെ ഒക്കെ നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഡീറ്റെയിൽസ് കൂടെ അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇപ്പൊ PSC തീരുമാനിക്കാറുള്ളൂ, കട്ട് ഓഫ് എത്താൻ തീരുമാനിക്കാറുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി നമുക്കൊരു എന്താ പറയാ, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്തൊക്കെയാണ് എന്ന് പറയാൻ പറ്റില്ല. അതാണ് വ്യത്യാസം. ഓക്കെ, എനിവേസ് കഴിഞ്ഞ കട്ട് ഓഫിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ഇഡിയംസ്, ഫ്രേസസ് ആൻഡ് വൺ വേർഡ്സ്. ആദ്യമേ നമ്മുടെ ഇഡിയംസ്, ഫ്രേസസ് ആൻഡ് വൺ വേർഡ്സിലോട്ട് പോകാം. അപ്പോ ആദ്യത്തെ ഫ്രേസൽ വേർബ് ഇതാണ്, ടേക്ക് ഇൻ ടു അക്കൗണ്ട്. ടേക്ക് സംതിങ് ഇൻ ടു അക്കൗണ്ട് അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മുഖവരയ്ക്ക് എടുക്കുക എന്ന് നമ്മൾ പറയും. അതായത് കൺസിഡർ സംതിങ് വെൻ ജഡ്ജിങ് എ സിറ്റുവേഷൻ. നമ്മൾ സിറ്റുവേഷനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു കാര്യം ആ സിറ്റുവേഷൻ നമ്മളൊന്ന് അനലൈസ് ചെയ്യാണ്. അനലൈസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തേ മതിയാവും. അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചേ മതിയാവുള്ളൂ. കാരണം ചില ഫാക്ടേഴ്സ് ഉണ്ട് ദാറ്റ് അഫക്ട്സ് ദിസ് സിറ്റുവേഷൻ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ള ആ സിറ്റുവേഷനെ പറ്റി ജഡ്ജ് ചെയ്യുമ്പോൾ, ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സിറ്റുവേഷനെ പറ്റി ചില തീരുമാനങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. നേരത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് ടേക്ക് ഇൻ ടു അക്കൗണ്ട്. കൺസിഡർ സംതിങ് വെൻ ജഡ്ജിങ് എ സിറ്റുവേഷൻ എന്ന് പറയും. അടുത്ത് അറ്റ് ഹാൻഡ്. കേട്ട് പരിചയമുള്ള വാക്ക് തന്നെയാണല്ലോ, ഫ്രേസ് തന്നെയാണല്ലോ. അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഈസിലി അവൈലബിൾ, തൊട്ടടുത്തുണ്ട് എന്ന് പറയില്ലേ. ഓ അത് കുഴപ്പമില്ല, ഇറ്റ്സ് അറ്റ് ഹാൻഡ്. ഹാൻഡി ആണ് എന്ന് നമ്മൾ പറയും അല്ലെ. ഹാൻഡി ആണ് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ നമുക്ക് പറയാം, ഇറ്റ്സ് ഹാൻഡി. അഡ്ജക്റ്റീവ് അഡ്വർബൽ ഫോർമുലേഷൻ ഒക്കെ നമ്മൾ പറയാം ഹാൻഡി. ഹാൻഡി എന്ന് പറഞ്ഞാൽ ഇത് തൊട്ടടുത്തുണ്ട്, അവൈലബിൾ ആണ്, ക്ലോസ് ബൈ, അതാണ് അർത്ഥം. ഈസിലി അവൈലബിൾ ആണ്, ആക്സസിബിൾ ആണ്, അല്ലെങ്കിൽ തൊട്ടടുത്തുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നതിനാണ് അറ്റ് ഹാൻഡ് എന്ന് പറയാം. അതിന്റെ അഡ്വർബൽ ഫോർമുലേഷൻ ആണ് ഹാൻഡി എന്ന് നമ്മൾ പറയുന്നത്. ഇൻഫോർമൽ ആയിട്ട് നമ്മൾ പറഞ്ഞ ഹാൻഡി എന്നൊക്കെ. അടുത്ത നോക്കി ടേൺ അപ്പ്. ടേൺ അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓ അറ്റ് ലാസ്റ്റ് യു ടേൺഡ് അപ്പ്, അവസാനം നീ വന്നു, അറൈവ് ചെയ്യുക ഒന്ന്. അടുത്ത ടേൺ അപ്പ് എന്ന് പറയാ കാണാതെ പോയൊരു കാര്യം തിരിച്ചിട്ടാണ്. ബി ഫൗണ്ട്, കാണാതെ പോയതാണ്. ഇറ്റ് വാസ് ലോസ്റ്റ് വൺസ് ആൻഡ് നൗ ഇറ്റ് ഇസ് ഫൗണ്ട് എങ്കിൽ യു ക്യാൻ സേ ടേൺഡ് അപ്പ്, ഇറ്റ് ടേൺഡ് അപ്പ്. ഫൈനലി ഇറ്റ് ടേൺഡ് അപ്പ്. എന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കാണാതെ പോയിരുന്നു, ബട്ട് ഫൈനലി ലാസ്റ്റ് നൈറ്റ് ഇറ്റ് ടേൺഡ് അപ്പ്. ഇന്നലെ അത് കിട്ടിയായിട്ട് തിരിച്ചു കിട്ടി, എനിക്കിത് തിരിച്ചു കിട്ടി. ദാറ്റ് ഇസ് ടേൺഡ് അപ്പ്. ഓർ പാസ്റ്റ് ടെൻസ് ടേൺഡ് അപ്പ്, ഓർ പ്രസന്റ് ടെൻസിലാണെങ്കിൽ ടേൺ അപ്പ്. അപ്പൊ ടേൺ അപ്പ് ചെയ്യുക, ഒന്ന് കണ്ടെത്തുക, കണ്ടു കിട്ടുക, തിരിച്ചു കിട്ടുക. അടുത്ത് അറൈവ് ചെയ്ത്, എത്തിച്ചേരുക അല്ലെ. ഒരാൾ എത്തിച്ചേരുക, അതിനെ ടേൺ അപ്പ് ചെയ്യുക. അപ്പിയർ ചെയ്യല്ലേ, ഞാൻ വരികയാണ്, ഞാൻ വരാം, അതിൽ ടേൺ അപ്പ്, ഞാൻ വരാലോ, ഉറപ്പായിട്ടും വരാം. ഒരു കാര്യത്തിൽ നമ്മൾ അങ്ങോട്ട് എത്തിച്ചേരുക പറയില്ലേ, അതിനെയാണ് ടേൺ അപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അറൈവ് ചെയ്യുക എന്നുള്ള അർത്ഥം. രണ്ടർത്ഥം കൊണ്ട് ഓർത്ത് വെച്ചോളാം. ടേൺ അപ്പ് എന്ന് പറയുന്നതിന്റെ രണ്ടർത്ഥം. അടുത്ത ലീവ് ഔട്ട്. ലീവ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലീവ് ചെയ്യാൻ പോവുക എന്നല്ലേ, മടങ്ങി പോവുക എന്നുള്ള അർത്ഥമല്ല അല്ലേ, തിരിച്ചു പോവാണ്. ലീവ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളെ ഒഴിവാക്കുക, ഒരാളെ ഒരു കാര്യത്തിന് എക്സ്ക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യുക, അതിനാണ് ലീവ് ഔട്ട് ചെയ്യാന്ന് പറയാം അല്ലെ. നമ്മൾ ഒരു കാര്യത്തിന് യു ഫെയിൽ ടു ഇൻക്ലൂഡ് സംബഡി ഓർ സമ്മൺ, ഒരു കാര്യത്തിൽ ഒരാളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നു പോവാണ്, ഫെയിൽ ചെയ്യാണ്, മറന്നു പോകുന്നല്ല, ഫെയിൽ ചെയ്യാണ്, ഈ അവരെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നങ്ങ് വെക്കുക നമ്മൾ. അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക, ഒരാളെ ആകാം, ഒരു കാര്യമാകാം, അതിന് നമ്മൾ പറയുന്ന പേരാണ് ലീവ് ഔട്ട്. ഒമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പൊ ഈ ഫ്രേസൽ വേർബ്സിനെ പറയുന്നതിന്റെ ഒപ്പം അത് മനസ്സിലാക്കി സെന്റൻസിൽ ഫ്രെയിം ചെയ്തോളൂ കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പീപ്പിൾ ഡു ഇറ്റ്, സെന്റൻസ് ഫ്രെയിം ചെയ്തോളൂ, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഗുഡ് മോർണിംഗ് എവ്രിബഡി, ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പൊ നോക്കിയേ, അടുത്ത കിക്കിൻ. നമ്മൾ പറയില്ലേ കിക്കിൻ ചെയ്യുക എന്ന് പറഞ്ഞ എന്നാ അർത്ഥം? പ്രാബല്യത്തിൽ വരിക എന്നാണ് അർത്ഥം. ശരിക്കും ഇൻഫോർമൽ യൂസേജ് ആണ് കിക്കിൻ. കിക്കിൻ എന്ന് പറഞ്ഞാൽ ഇൻഫോർമൽ വേർഡ് ആണ്, ഇറ്റ്സ് എ ഫ്രേസൽ വേർബ് ആണ് കിക്കിൻ. അപ്പൊ കിക്കിൻ എന്ന് പറയുന്ന ഫ്രേസൽ വേർബിന്റെ അർത്ഥം ഇതാണ്, കം ഇൻ ടു ഓപ്പറേഷൻ അല്ലെങ്കിൽ കം ഇൻ ടു എഫക്ട്. പ്രാബല്യത്തിൽ വരികയാണ്, എഫക്റ്റിലോട്ട് വരികയാണ്, ഓപ്പറേഷനിലോട്ട് വരികയാണ്, ദാറ്റ് ഇസ് കിക്ക് ഇൻ എന്ന് പറയും. ഓക്കെ, അടുത്താണ് റിസ്ക് അവേഴ്സ്. റിസ്ക് അവേഴ്സ് എന്ന് പറഞ്ഞാൽ അവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്യാന്നല്ല അർത്ഥം. അപ്പോ റിസ്ക് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവൽ എക്സ്പ്രഷൻ ആണ്. റിസ്ക് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒപ്പോസ് ടു ടേക്കിംഗ് റിസ്ക്, adjective formulation ആട്ടോ. റിസ്ക് അവേഴ്സ് പീപ്പിൾ, റിസ്ക് അവേഴ്സ് കമ്മ്യൂണിറ്റി, റിസ്ക് അവേഴ്സ് ലീഡേഴ്സ്, റിസ്ക് അവേഴ്സ് മിഡിൽ ക്ലാസ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്ത എന്നർത്ഥം. ഒപ്പോസ് ടു, താല്പര്യമില്ല, അതിനെ എതിർക്കുകയും ചെയ്യുന്നവരാണ്, റിസ്കിനെ എതിർക്കുന്നവരാണ്. ഒപ്പോസ് ടു ടേക്കിംഗ് റിസ്ക്, റിസ്ക് എടുക്കാൻ നമുക്ക് താല്പര്യമില്ല സാറേ, റിസ്ക് എടുക്കാൻ വേണ്ടി താല്പര്യമില്ല, അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം റിസ്ക് അവേഴ്സ് ആണ് അവര് എന്ന് പറയാം. അഡ്ജക്റ്റീവ് ആണ്, നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസേജ് ആണ് റിസ്ക് അവേഴ്സ്. നമുക്ക് അതിനോട് നമ്മൾ വിരക്തി കാണിക്കുക അല്ലെങ്കിൽ എതിർപ്പ് കാണിക്കുകയാണ്, ഒപ്പോസ് ചെയ്യാണ്, അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം റിസ്ക് അവേഴ്സ് ആണ്. യു ആർ റിസ്ക് അവേഴ്സ്, നീ റിസ്ക് എടുക്കാൻ തീരെ താല്പര്യം ഇല്ലാത്ത ആളാ എന്ന് നമ്മൾ പറയില്ലേ, അതാണ് റിസ്ക് അവേഴ്സ്. ഓർത്തോണം.
Okay, so that's it. Let me read your sentences. Taking into account are the turned up in the social media. That's great. Taking എന്ത് into account അതുകൂടെ പറയണം. Taking what into account, എന്തോ into account എന്ന് കൊടുക്കണ്ടേ ഷമാസെ, അവിടെ ഒരു ഒബ്ജക്റ്റ് കൊടുക്കോടാ. Taking what into account, taking her past into account അങ്ങനെ പറയാം. Taking her past into account are the turned up in the social media അങ്ങനെ എന്തെങ്കിലും. Okay, she's always at hand when in need. That's great, Adula. It's a great sentence. While solving a controversy, MJ ഒരു കോമ ഇട്ട് കൊടുക്കണേ. Comma, I takes അല്ല, ഐയുടെ കൂടെ എപ്പോഴും പ്ലൂറൽ സെൻസിൽ ഉപയോഗിക്കും കേട്ടോ. ഒരേ ഒരു ഇതുള്ളൂ ഡിഫറൻസ് ഉള്ളത്, ഐ നമ്മൾ ബി ഫോർമുലേഷൻ കൊടുക്കുമ്പോൾ ആം, ഐക്ക് റിസർവ് ആയിട്ട് ആം ഉണ്ട്, പിന്നെ പാസ്റ്റൻസ് വരുമ്പോൾ വാസും ഉണ്ട് സിംഗുലർ ആയിട്ട്. അതല്ലാതെ ഏത് വേർബ് ഉപയോഗിച്ചാലും ഐയുടെ കൂടെ പ്ലൂറൽ സെൻസ് ഉപയോഗിക്കാവുള്ളൂ. അത് നിർബന്ധമുള്ള കാര്യമാണ്. അത് മെറിൽസ് എളുപ്പത്തിന് വേണ്ടി പറഞ്ഞു വെച്ചേക്കുന്നതാണ്. സോ ഐ ആയിക്കോട്ടെ, യു ആയിക്കോട്ടെ, ദേ ആയിക്കോട്ടെ, വി ആയിക്കോട്ടെ, ഇവയുടെ കൂടെ എപ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കണം? പ്ലൂറൽ വേർബുകളെ ഉപയോഗിക്കാവുള്ളൂ. റിമെമ്പർ ദാറ്റ്. Okay, so എന്ത് കൊടുക്കണം? While solving a controversy, I take into account both persons' opinion. Okay, both persons ആണോ? രണ്ട് ആൾക്കാരുടെയും അല്ലേ? പേഴ്സൺസ് കഴിഞ്ഞിട്ട് എസ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി കൊടുക്കുക. both persons എസ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി കേട്ടോ. MJ എസ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി. Why did you leave out all the choices in front of you? That's great. Don't leave out daily editorial session. That's great, MJ. Glad to hear that. Hi Rahim, good morning and welcome. Sumi, good morning. It is necessary to leave out inequalities existing in the society. Great. Taciturn are often risk-averse people. Yes. You know what? Taciturns and taciturn people. Taciturn people are always risk-averse people. അല്ലെങ്കിൽ taciturn ones എന്ന് കൊടുക്കുക കേട്ടോ. taciturn adjective അല്ലേടാ. അപ്പൊ എന്ത് കൊടുക്കണം? റിസർവ്ഡ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥം അഡ്ജക്റ്റീവ് അല്ല. അപ്പൊ taciturn ones എന്ന് കൊടുക്കുക. അപ്പൊ കറക്റ്റ്. മൈ ഫ്രണ്ട് ഡിഡന്റ് ജോയിൻസ് ആണോ? അല്ല, MJ ഡിഡന്റ് കൊടുത്തപ്പോ തന്നെ പാസ്റ്റ് ടെൻസ് ആയില്ലേ? പാസ്റ്റ് ഓക്സിലറി വെർബ് അല്ലേ? അപ്പൊ പിന്നെ അതിനോട് പിന്നെ ഡിഡ്, ഡു, ഡസ്, അതിപ്പോ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് സെൻസ് ആയിക്കോട്ടെ, അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചോളം അതിന്റെ കൂടെയുള്ള വെർബ് എപ്പോഴും V1 ആയിരിക്കണം കേട്ടോ. MJ ശ്രദ്ധിക്കാം. I did not join എന്ന് പറയുന്നത്. My friend did not join. My friend did not join. Joins അല്ലേ? V5 അല്ല, V1 കൊടുക്കാം. In mutual funds because he is risk averse. That's great. The time to decide my major is finally at hand, but after 2 years of university. All right, that's great. Ani, welcome back. എത്ര കാലമായി ലൈവിൽ കണ്ടിട്ട് ഇപ്പം? ആനി ആണോ അത്? ആനി അല്ലെന്ന് തോന്നുന്നു അല്ലേ? അല്ല, XTS ആനിയെ പോലെ എനിക്ക് തോന്നി. ഇഫ് ആനി ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അല്ലാതെ വേറെ ആളായിരിക്കും. ആനിയെ പോലെ എനിക്ക് തോന്നി. സോ മേ ബി വേറെ ആളാണെങ്കിൽ ഐ എം സോ സോറി ഫോർ ദാറ്റ്. Good sentence. New policies are kicking in and they better not വേണ്ട. They better not കേട്ടോ. Libra say new policies are kicking in and they better not leave out details at hand. They better do not വേണ്ട അവിടെ കേട്ടോ. അതൊരു എക്സ്പ്രഷൻ ആണ്. better, you better do it, you better don't do it എന്ന് പറയുന്നതിന് പകരം you better not do it എന്ന് കൊടുക്കുന്നത്. The wine started to kick in after the second glass and Michelle began to relax. That's great. Havamola, good morning. Please take into account the matter I have discussed with you. That's great. That's great sentence. നമുക്കപ്പോ പോവാം, അടുത്ത സെറ്റിലോട്ട് പോവാം. നമ്മുടെ വേർഡ്സിലോട്ട് പോകാം കേട്ടോ. ടു അവർ വൊക്കാബുലറി. അപ്പൊ ഓർക്കുക, ടേക്ക് ഇൻ ടു അക്കൗണ്ട്, ടേക്ക് സംതിങ് ഇൻ ടു അക്കൗണ്ട് അല്ലേ? അറ്റ് ഹാൻഡ്, ടേൺ അപ്പ്, ലീവ് ഔട്ട്, കിക്ക് ഇൻ, റിസ്ക് അവേഴ്സ്. ഇതാണ് നമ്മുടെ ഫ്രേസസ്, വൺ വേർഡ്സ് അല്ലെ? ഇന്ന് പക്ക പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വൺ വേർഡ് ബാക്കി എല്ലാം ഫ്രേസൽ വേർബ്സും എന്നുള്ളത് നമുക്ക് ഇഡിയംസ് ഇല്ലെന്ന്. ഓക്കെ, ലെറ്റ്സ് മൂവ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മുടെ പുതിയ ഓപ്പർച്യൂണിറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു. പുതിയ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കണ്ടു. 31-ാം തീയതി യൂണിവേഴ്സിറ്റി LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നു, വിമൻ CPOയുടെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു പിടി ഓപ്പർച്യൂണിറ്റി ഇനി വീണ്ടും വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ 2022 അവസാനം, 2021 31-ാം തീയതി, ഡിസംബർ 31 അവസാനിച്ചത് നോട്ടിഫിക്കേഷൻ തന്നുകൊണ്ടാണെങ്കിൽ ഇനിയുള്ള വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിനെ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഓർത്ത് നിന്ന് സമയം കളയരുത്. അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റുകൾക്കൊക്കെ അപ്ലൈ ചെയ്യുക. ഇന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അപ്ലൈ ചെയ്യാത്തവർ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ. CHSL ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ 4-ാം തീയതിയാണ്, ജനുവരി 4-ാം തീയതി ഇല്ലേ? ഈ വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കരുത്, ഇന്ന് തന്നെ 2-ാം തീയതി ആയി, 4-ാം തീയതിക്കുള്ളിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പൊ CHSL അപ്ലൈ ചെയ്യുക. നമ്മുടെ ബാച്ച് എന്തായാലും 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. CHSLന്റെ ബാച്ച് 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പഠിച്ചു തുടങ്ങാത്തവർ പഠിച്ചു തുടങ്ങുക. നമ്മുടെ കൃത്യമായിട്ടൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2-ാമത്തെ ബാച്ച് ആട്ടോ ഇത്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാം. ഓക്കെ, കോഡ് അറിയാലോ, Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ മതി. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടുകൂടി അവൈൽ ചെയ്യാൻ പറ്റും കോഴ്സ്. അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളർ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ട്രാഫിക് കൺട്രോളർ പോസ്റ്റാണ് കൂടുതൽ വേക്കൻസി ഉള്ളത്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. ജനുവരി 16-ാം തീയതി നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ.
അപ്പം അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ അത് ആലോചിക്കാം. പിന്നെ ISR നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം അറിയാലോ, 9-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ. 9-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കണം. അതിനു മുമ്പ് അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞു, ഡിഗ്രി ISRന്റെ പ്രത്യേകത്തിലുള്ള ഡിഗ്രി ഒരു 60% മാർക്ക് നിങ്ങൾക്ക് വേണം. എല്ലാത്തിനും ഡിഗ്രി നിർബന്ധമാണ്. ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്, UDC പോസ്റ്റിലൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഉചിതമായ ഒരു പോസ്റ്റ്, ഒറ്റ എക്സാമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ, ആ എക്സാം കഴിഞ്ഞിട്ട് ഒരു സ്കിൽ ടെസ്റ്റ് ആണ് വരുന്നത്. ഓരോരുത്തർക്കും ടൈപ്പിംഗ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, അങ്ങനെ സ്റ്റെനോഗ്രഫി ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഏത് പോസ്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ Y314 എന്ന കോഡ് ഉപയോഗിക്കാം, Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം, ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാം. ഓൾ റൈറ്റ്, മറക്കണ്ട, അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യാതെ എന്നിട്ട് പഠനത്തെ പറ്റി നമുക്ക് ആലോചിക്കാം അല്ലേ. അതാണ് കാരണം, പഠിച്ചു തുടങ്ങേണ്ട കാര്യമാണ്. പക്ഷെ അപ്ലൈ ചെയ്യാതെ പിന്നെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിന്റെ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഠനം വെറുതെ ആവില്ലേ. അതൊന്നും ഓർത്തോളാം. ഓക്കെ, നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക, ഇന്ന് തന്നെ ചെയ്യും. നാളെ നമ്മൾ ഉണ്ടെങ്കിലല്ലേ എന്ന് നമ്മൾ ചിന്തിക്കില്ലേ. ദാറ്റ്സ് ഇറ്റ്. മൂവിംഗ് ഓൺ പീപ്പിൾ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വൊക്കാബുലറി. അപ്പൊ ആദ്യത്തെ വൊക്കാബുലറി പഠിച്ചു, ടേൺ ഔട്ട്. ടേൺ അപ്പ് എന്ന് നമ്മളിപ്പോ ഒരു ഫ്രേസൽ വേർബ് ഉണ്ട്, ടേൺ ഔട്ട് ഫ്രേസൽ വേർബ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെപ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, വൺ വേർഡ് ആയി വരുന്നത്, ഗ്യാപ്പ് ഇല്ല നമ്മൾ അതിന് ഉപയോഗിക്കുമ്പോൾ. അപ്പൊ ടേൺ ഔട്ട് എത്ര, ഈ കമ്പനിയുടെ ടേൺ ഔട്ട് അല്ലെ മീറ്റിംഗിന്റെ ടേൺ ഔട്ട് എത്രയായിരുന്നു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ടേൺ ഔട്ട് എന്ന വാക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ടേൺ ഔട്ടിന്റെ അർത്ഥം ഇത് അറ്റൻഡൻസ്, എത്ര പേര് വന്നു എന്നുള്ള എണ്ണമില്ല, ദ നമ്പർ ഓഫ് പീപ്പിൾ പ്രസന്റ് എന്നുള്ള അർത്ഥം. അതിനാണ് ടേൺ ഔട്ട് എന്നുള്ളത്, എത്ര പേരുണ്ടായിരുന്നു. ഓഡിയൻസ്, ക്രൗഡ്, ഗ്യാതറിംഗ്, മസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിനാണ് ടേൺ ഔട്ട് എന്ന് പറയാം കേട്ടോ. ടേൺ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറ്റൻഡൻസ് എന്ന അർത്ഥത്തിലാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആദ്യമായിട്ടല്ല, നമ്മളിത് പഠിച്ചിട്ടുണ്ട് ടേൺ ഔട്ട് എന്ന വാക്ക്. സോ ടേൺ ഔട്ട് വൺ വേർഡ് ആണ്, ഓർത്തോളം. ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഫ്രേസൽ വേർബ് ഉണ്ട്, ഓർക്കണം. ഫ്രേസൽ വേർബ് നിങ്ങൾ എങ്ങനെയാ ഉപയോഗിക്കാം, ഒരു പ്രശ്നമാണ്, നിങ്ങൾക്ക് ടേൺ ഔട്ട് ഫ്രേസൽ വേർബ് ഉപയോഗിക്കാം. പക്ഷെ ഫ്രേസൽ വേർബ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടേൺ ഔട്ട് ഒരു ഇതാണ്, പ്രതീക്ഷിച്ച പോലെ നടക്കുക, പ്രൂവ് ടു ബി ദ കേസ്, ആ ഒരു അർത്ഥത്തിലാണ്. ട്രാൻസ്ഫർ അല്ലെ, പ്രൂവ് ടു ബി ദ കേസ്, അല്ലെങ്കിൽ എമേർജ്, അല്ലെങ്കിൽ പുറത്തോട്ട് വരിക, ടേൺഡ് ഔട്ട്, ദാറ്റ് ഇങ്ങനെയാ, അവസാനം തിരിച്ചറിഞ്ഞു, റിവീൽ ചെയ്യുക എന്നൊക്കെ ടേൺ ഔട്ടിന് അർത്ഥമുണ്ട്. നമ്മളിത് പഠിച്ചിട്ടുള്ള ടേൺ ഔട്ട് ആണ്. സോ ഓർത്തുള്ള ടേൺ ഔട്ട് എന്ന് പറയുന്നത് ഫ്രേസൽ വേർബ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കും. അതെപ്പോഴാണ്, ഗ്യാപ്പ് ഇടുമ്പോൾ കേട്ടോ, ശ്രദ്ധിക്കണം. ഇത് ഫ്രേസൽ വേർബ്. PV ടേൺ ഔട്ട് എന്ന നൗണ് ഹൈഫനേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ്. Okay, yeah, let me read your sentences. Taking into account the prevailing surge in COVID cases, all right, the health ministry is kicking in new directives. Great, that's great. Good morning, Jinu. Karate master teaches how to risk averse, how to be risk averse. What is the verb evade? Verb missing a risk averse adjective alle shiny apart of verb missing alle. Appo kodukka karate masters teaches us നമ്മളെ പഠിപ്പിക്കുന്നു കൊടുക്കുക. അവിടെ കോമയ്ക്ക് ഒരു ഒബ്ജക്റ്റ് കൊടുത്തേ, ഷൈനി കരാട്ടെ മാസ്റ്റേഴ്സ് ടീച്ചേഴ്സ് അസ് പറയില്ല, ടീച്ചേഴ്സ് പറയാം. ടീച്ചേഴ്സ് അസ് ഹൗ ടു ബി റിസ്ക് അവേഴ്സ്, ബി എന്ന വെർബ് കൊടുക്കും കേട്ടോ. ഹൗ ടു ബി റിസ്ക് അവേഴ്സ് എന്ന് കൊടുക്കാം. അപ്പൊ അത് കറക്റ്റ്. ഐ ലെഫ്റ്റ് ഔട്ട് ദ ജോബ് സിൻസ് ഇറ്റ് വാസ് ഔട്ട് ഓഫ് മൈ ടൈം. ദാറ്റ്സ് ഗ്രേറ്റ്. Take into account your own strengths. That's great sentence. By leaving out this crucial opportunity, many hurdles kicked in his life. That's great. That's great. Nandana, good morning. Sonal, good morning. Happy New Year. The New Year program attracted a record turnout. Yes. I'm waiting for something bad to turn up. Oh, you're waiting for that. But sentence was great. We should whittle down the turnout. That's great. Abhinay, good morning. Happy New Year. നമ്മുടെ പാർട്ട്ണറിനോട് പറഞ്ഞോളും ഹാപ്പി ന്യൂ ഇയർ, ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറയണം. ഓക്കെ, കുറച്ചായാലും കണ്ടിട്ട്. ഫൈനലി ഹിസ് ഡ്രീം പ്രോജക്ട് കിക്ക്ഡ് ഇൻ ആഫ്റ്റർ ദ ഡിസ്കോർഡ് ഓഫ് ദ മാനേജർ. ദാറ്റ്സ് ഗ്രേറ്റ്. ഓ, കൊറോണയാണോ നന്ദീഷ? നിനക്ക് കൊറോണ പിടിച്ചതാണോ അതോ ചുമ്മാ കൊറോണ കാണിക്കുകയാണോ നീ? എന്താണ് അത്? ഗുഡ് മോർണിംഗ് ആയിരുന്നു ഇത് കണ്ടിട്ട് എനിക്ക് വലിയ ഗുഡ് മോർണിംഗ് ആയിട്ട് തോന്നുന്നില്ല. നന്ദീഷ നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ. ദ ഓപ്പണിംഗ് ഗെയിം ഓഫ് ദി സീസൺ brought only a small turnout. റാമോസോ? ഈ റാമോസ് ഏതാ? ഇപ്പൊ കണ്ട XT എന്ന് കാണിച്ചതല്ലേ റാമോസ്? പേരെന്താ ശരിക്കും? നന്ദന എക്സാം നന്ദനയ്ക്കും ഉണ്ടായിരുന്നല്ലോ, KP കുട്ടനും എത്തിയില്ലല്ലോ. FC എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ശരിയാ, KP കുട്ടനും നന്ദനയുടെയും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ടെൽ മീ. എഴുതി അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുമോ? അപ്പൊ മൂവിങ് ടു ദ വേർഡ് നോക്കിയേ, സ്ട്രൈവ് ചെയ്യുക. സ്ട്രൈവ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒരാളോട് നമ്മൾ എപ്പോഴും ഒരാളോട് എന്താ പറയാറുണ്ട്, ഗുഡ് ലക്ക്, സ്ട്രൈവ് ഹയർ, നല്ല ട്രൈ ചെയ്യട്ടോ, അടിപൊളി, നിനക്ക് ഇനിയും പറ്റും, നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. സ്ട്രൈവ് ഹയർ എന്നൊക്കെ പറയാറുണ്ട്. സോ സ്ട്രൈവ് എന്ന വേർബിന്റെ അർത്ഥം ഇതാണ്, ട്രൈ ഓർ അറ്റംപ്റ്റ് ഓർ എയിം ഓർ എൻഡിവിയർ, അസ്പയർ. കൂടുതലായിട്ട് നമ്മൾ ഒരു കാര്യത്തിന് എയിം ചെയ്യുക, പ്ലാൻ ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക, ട്രൈ ചെയ്യുക, അതിനാണ് സ്ട്രൈവ് എന്ന
വേർബിന്റെ അർത്ഥം സ്ട്രൈവ് കേട്ടോ. വേർബാണ്. നമുക്ക് ജെറണ്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? സ്ട്രൈവിംഗ് എന്ന് ജെറണ്ടായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഓർത്തോണം. സ്ട്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈ, അറ്റംപ്റ്റ്, എയിം, എൻഡിവിയർ, ആസ്പയർ എന്ന് പറയും. അടുത്തത് സ്കെപ്റ്റിസിസം. നമ്മൾ സ്കെപ്റ്റിക്കൽ എന്നൊക്കെ പറയില്ലേ, ഹീ സ്കെപ്റ്റിക്കൽ അഡ്ജക്റ്റീവ് ആയിട്ടും സ്കെപ്റ്റിക് ആണെന്ന് നൗൺ ആയിട്ടും പറയും. ഒരാളെ, വ്യക്തിയെ സ്കെപ്റ്റിക് ആണെന്നും പറയും. സോ സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, സംശയം. നമുക്കൊരു സംശയത്തിന്റെ നിഴലിലാണെങ്കിൽ ദാറ്റ് ഈസ് സ്കെപ്റ്റിസിസം. ഡൗട്ട് അല്ലെങ്കിൽ ഡിസ്ബിലീഫ്. സിനിസിസം, മിസ്ട്രസ്റ്റ്, വിശ്വാസമില്ലായ്മ, ഓർ പെസിമിസം എല്ലാം വരും. ഈ എന്താ പറയാ, നമുക്ക് നമ്മുടെ സിനണിംസ് ആയിട്ട് ഈ വരുന്ന കുറച്ച് വാക്കുകളാണ് ഇതൊക്കെ. ഡൗട്ട് അതാണ് സ്കെപ്റ്റിസിസം. ഡിസ്ബിലീഫ് വിശ്വാസമില്ലായ്മ, വിശ്വാസരാഹിത്യം ഒക്കെ പറയില്ലേ. അപ്പം സിനിസിസം, മിസ്ട്രസ്റ്റ്, അതിനൊക്കെയാണ് സ്കെപ്റ്റിസിസം എന്ന് പറയാം കേട്ടോ. നമ്മൾ കുറച്ചുകൂടി പെസിമിസ്റ്റിക് ആയിട്ടുമ്പോഴാണ് നമുക്കത് തോന്നുന്നത്, നെഗറ്റീവ് ആയിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നു. അതിനാണ് സ്കെപ്റ്റിസിസം എന്ന് പറയാം. ഇസം വാക്കുകൾ ഓർക്കണം. എന്ത് ഐഡിയോളജീസ് ആണ്, എല്ലാ ഐഡിയോളജീസ് ആണ്, പ്രൊപ്പഗാൻഡ ആണ്. അതിനാണ് നമ്മൾ ഇസം വാക്കുകൾ പറയാം. ഫെമിനിസം, സോഷ്യലിസം, സെക്യുലറിസം, ഇസം വാക്ക് ഓർത്തോണം കേട്ടോ. അടുത്ത് നോക്കിയേ, അൺപ്രസിഡന്റഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു അൺപ്രസിഡന്റ്, കഴിഞ്ഞ ആഴ്ച. അൺപ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അതിന് പിന്നെ ഈക്വല് ചെയ്യാൻ വേറൊന്നും ഇല്ലാത്തത്, അൺപ്രസിഡന്റഡ്. അപ്പൊ മുമ്പിലുള്ള പ്രിഫിക്സ് നെഗറ്റീവ് പ്രിഫിക്സ് ആണ്, അണ്ണാണ്, ഓർത്ത് വെച്ചാൽ. അതിന്റെ അർത്ഥം അൺപ്രസിഡന്റഡ് മീൻസ് അൺപാരലൽ, പാരലൽ ചെയ്യാൻ പറ്റാത്തതാണ്. ഓർ അൺഈക്വൽഡ് ആണ്, അല്ലെ, ഇൻകമ്പയറബിൾ ആണ്. അതിന് കമ്പയർ ചെയ്യാൻ, വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ ദാറ്റ് ഈസ് അൺപ്രസിഡന്റഡ് എന്ന് പറയാം. അതിനെ വീണ്ടും നമുക്ക് വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഇൻകമ്പയറബിൾ. അതിനെപ്പറ്റി ഇനി തർക്കിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇൻജസ്റ്റിഫയബിൾ എന്ന് പറയും. ഇൻജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല നമുക്കതിനെ. അതിന് വീണ്ടും വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. അതിനെയാണ് അൺപ്രസിഡന്റഡ് എന്ന് പറയാം. ഇൻകമ്പയറബിൾ, അൺപാരലൽഡ്, അൺഈക്വൽഡ് എന്നൊക്കെ പറയുന്ന കാര്യം ഓർത്തോണം. അഡ്ജക്റ്റീവ് ആണ്. അടുത്താണ് റാമിഫിക്കേഷൻസ്. യു മസ്റ്റ് ബി അവെയർ ഓഫ് ദ റാമിഫിക്കേഷൻസ് എന്നൊക്കെ പറയാം. റാമിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു അനന്തരഫലം എന്ന് പറയാം, ആഫ്റ്റർ എഫക്ട് അല്ലെ. കോൺസിക്വൻസ്, റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം, ഒരു കാര്യത്തിന്റെ, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ ഔട്ട്കം, അതിന്റെ അനന്തരഫലങ്ങൾ, ആഫ്റ്റർ മാർക്ക്, റിസൾട്ട് അല്ലെ, ഓർ ഔട്ട്കം, കോൺസിക്വൻസ്, അതിനാണ് റാമിഫിക്കേഷൻ എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഓൾ റൈറ്റ്, നൗൺ ആണ്, ഓർത്തിരുന്നോളാം. ഓൾ റൈറ്റ്, ലെറ്റ് മീ സീ, എവിടെ എത്തി നോക്കട്ടെ. രശ്മി, ഹാപ്പി മോർണിംഗ്. യെസ് യെസ്, ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കിയിട്ട് വരാന്ന് വിചാരിച്ചു. എന്റെ പൊന്നടാവേ, കൊള്ളാം. ഇറ്റ് വാസ് ഈസി, ഓൺലി സ്പീഡ് മാറ്റേഴ്സ്. ഓക്കെ, നന്നായി എഴുതാൻ പറ്റി. ഓക്കെ, സ്പീഡ് വേണം, അത്രേ ഉള്ളൂ. അപ്പൊ FC എക്സാം ഇനി എഴുതാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. കാര്യം ഇത്രേ ഉള്ളൂ, ഈസി എക്സാമാ, പക്ഷെ സ്പീഡ്, ഇപ്പൊ ടൈം മാനേജ്മെന്റ് നന്നായിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് പോകാവുള്ളൂ കേട്ടോ. അത് ശ്രദ്ധിച്ചോളാം. This year's New Year celebrations attracted a record turnout. Yes, that's it. Great, great, great. നോക്കാം, അടുത്ത് നോക്കട്ടെ. Her presentation was unprecedented. So me, great. I wish myself to be an unparalleled person. That's great. Leaving out Mira, all other children in the class go to the trip. All right, that is great. His thoughts are always unprecedented. Presidential alla, precedented. TD aane neetu, unprecedented keto. His thoughts are always unprecedented, incomparable. Where are compare cheyan pattathu. Okay, that's it. We must all strive to do better. That's great. Strive for the best ramification. That's great. You should strive for your better days. That's great. The ramification of her unprecedented performance was mind-blowing. That's great. I'm striving to solve this situation, whatever be the ramifications. That's great sentence. Good work, people. അപ്പോൾ ദേ നിങ്ങൾ വൊക്കാബുലറി ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് ഇടുക കേട്ടോ. If you like this session, if it is useful to you, എല്ലാവരും ലൈക്ക് ഇടാൻ മറക്കണ്ട. Show me some love and support, people. Let's move to the next set. അടുത്ത സെറ്റിലോട്ട് പോകും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഇടാ കേട്ടോ. ആൻഡ് മറ്റുള്ളവർക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റി വളരട്ടെ, എഡിറ്റോറിയൽ കമ്മ്യൂണിറ്റി വളരട്ടെ അല്ലെ, പടർന്ന് പന്തലിക്കട്ടെ. അടുത്താണ് ഓൺസെറ്റ്. എന്താണ് ഓൺസെറ്റ് എന്ന വാക്ക്? ആരംഭം അല്ലെ, ആരംഭിക്കലാമാ, അവസാനം, ആരംഭം. അപ്പൊ അതിനാണ് ഓൺസെറ്റ് എന്ന് പറയുന്നത്. നൗൺ ആണ്. സ്റ്റാർട്ട്, ബിഗിനിങ്, അറൈവൽ, ഇൻസെപ്ഷൻ, അതിനാണ് ഓൺസെറ്റ്. ഓൺസെറ്റ് ഓഫ് മൺസൂൺ പറഞ്ഞില്ല നമ്മള്. ഓൺസെറ്റ് ഓഫ് എ ന്യൂ ഇയർ, ഒരു പുതിയ വർഷത്തിന്റെ ആരംഭം. It is the onset of a new day. It's the onset of a new year. It's an onset of a new set of possibilities. അതിനെയാണ് ഓൺസെറ്റ് എന്ന വാക്ക്. ആരംഭം, ബിഗിനിങ്, അറൈവൽ, ഇൻസെപ്ഷൻ, മറക്കണ്ട കേട്ടോ. അടുത്ത് നോക്കിയേ, റിസോർട്ട്. റിസോർട്ട് ചെയ്യുക എന്നുകൊണ്ട് റിസോർട്ട് എന്ന നൗണും ഉണ്ട്. ഒന്ന് റിസോർട്ട് നമുക്ക് റിട്രീറ്റ്, സെന്റർ എന്നൊക്കെ പറയും. അല്ലാതെ വേറെ അർത്ഥം വെച്ചാല് യൂട്ടിലൈസിങ്, നമ്മുടെ ഉപയോഗിക്കൽ, അതിനെയും നമ്മൾ എന്ത് വിളിക്കും?
റിസോർട്ട് എന്ന് പറയും. ഓക്കെ, റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഉപയോഗം, ഒരു കാര്യം ഉപയോഗിക്കലില്ല, അഡോപ്റ്റ് ചെയ്യില്ല, അഡോപ്ഷൻ, അതിനെയാണ് റിസോർട്ട് എന്ന് പറയാം. സോ റിസോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടേൺ ടു, അതിലോട്ട് തിരിയുക, അല്ലെങ്കിൽ എംപ്ലോയ് ചെയ്യുക, ഉപയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക എന്നൊക്കെയാണ് റിസോർട്ട് എന്ന വേർബിന്റെ അർത്ഥം. ഓർത്തോണേ, റിസോർട്ടിന്റെ കൂടെ ഓർത്തോണേ, റിസോർട്ട് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ വേർബായിട്ട് ഉപയോഗിക്കും ടു എന്ന് പ്രിപ്പോസിഷൻ ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കും, ടേൺ ടു, എംപ്ലോയ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ റിസോർട്ട് എന്ന് പറയുന്ന ഇത് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണേ, വെർബ് ഉപയോഗിക്കുമ്പോൾ റിസോർട്ട് ടു സംതിങ് എന്ന് നമ്മൾ കൊടുക്കുക, റിസോർട്ട് ടു സംതിങ് അതിനെ ഉപയോഗിക്കുകയാണ് കേട്ടോ. അപ്പം എംപ്ലോയ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, യൂസ് ചെയ്യുക എന്നൊക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റിസോർട്ട് ചെയ്യുക എന്ന് പറയാം. ഓക്കെ, ഓർത്ത് വെച്ചോളാം, റിസോർട്ടിനോട് ടു എന്ന് പ്രിപ്പോസിഷൻ ഫിക്സ്ഡ് പ്രിപ്പോസിഷൻ ഉണ്ട്, വേർബായിട്ട് ഉപയോഗിക്കും കേട്ടോ. അടുത്ത പെർസെപ്റ്റിബിൾ, പെർസീവ് ചെയ്യുക, പെർസെപ്റ്റിബിൾ അല്ല, പെർസീവ് ചെയ്യുക എന്ന വാക്ക് അറിയാം നമുക്ക് അല്ലെ. ഒരു കാര്യത്തെ പെർസീവ് ചെയ്യാൻ, നോട്ടീസ് ചെയ്യാം, ശ്രദ്ധിക്കുകയാണ്, നമ്മളൊരു കാര്യത്തിനെ മനസ്സിലാക്കി എടുക്കുക, അതിനെയാണ് പെർസീവ് ചെയ്യുക എന്ന് പറയും അല്ലെ. പെർസെപ്ഷൻ നൗൺ ആണ് അല്ലെ, പെർസെപ്ഷൻ നൗൺ ആണ്, പെർസീവ് ചെയ്യുക വേർബ് ആണ്. പെർസെപ്റ്റിബിൾ ഇസ് അഡ്ജക്റ്റീവ്. ഓർത്ത്, പെർസെപ്ഷൻ നൗൺ, പെർസീവ് വേർബ്, പെർസെപ്റ്റിബിൾ ഇസ് അഡ്ജക്റ്റീവ്. എന്താ പെർസെപ്റ്റിബിൾ? നോട്ടിസിബിൾ, ഡിറ്റക്റ്റബിൾ, ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്, നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്, ഡിസേണിബിൾ, ഡിസേൺ ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത് അല്ലെ, അതിനാണ് പെർസെപ്റ്റിബിൾ എന്ന് പറയാം. ഓക്കെ, പെർസീവ് ചെയ്യുക വേർബ്, പെർസെപ്ഷൻ നൗൺ, പെർസെപ്റ്റിബിൾ അഡ്ജക്റ്റീവ്. സംഭവം ഇത്രേ ഉള്ളൂ, നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്, ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്, ഡിസേൺ ചെയ്യാൻ പറ്റുന്നത്. നോട്ടീസിയബിൾ, ഡിറ്റക്റ്റബിൾ, എന്താ പറയാ, ഡിസേണിബിൾ. അപ്പൊ ഈ BLE വാക്കുകളൊക്കെ ഓർത്തോണം കേട്ടോ. ഏബിൾ, എനേബിൾ ഒക്കെ പറയില്ലേ, ആ BLE വാക്കുകളൊക്കെ ഓർത്തോണം, അതൊക്കെ അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് മോസ്റ്റ്ലി. അടുത്ത എലവേറ്റ് ചെയ്യുക. എലവേറ്റ് എന്ന് പറഞ്ഞാൽ ഉയർത്തുക. ഓർത്തോണേ, എലവേറ്റ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഡൗട്ട് അടിക്കുന്ന ഒരു വേർബാണ് എലേറ്റ് ചെയ്യുക. എലൈറ്റ് ചെയ്യുക, എലൈറ്റ് ചെയ്യുക അല്ലെ, എലൈറ്റ് അഡ്ജക്റ്റീവ് ആണ്, എലൈറ്റ്. എലൈറ്റിന്റെ പ്ലം കേക്ക്സ് അല്ല കേട്ടോ. നമ്മളിപ്പം ന്യൂ ഇയർ സീസണൊക്കെ ഇലൈറ്റ് കേട്ട് നമുക്ക് എല്ലാവർക്കും ഇലൈറ്റ് എന്ന് പറയുന്ന പ്ലം കേക്സിന് എനിക്ക് ഓർമ്മ വരുന്നത്, അതല്ല കേട്ടോ. ഇലൈറ്റ് കേക്ക് കമ്പനി ഇലൈറ്റ് അല്ല. ഈ ഇലൈറ്റ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പി, ഭയങ്കര ജോയ്ഫുൾ ആയിട്ടുള്ള, ഭയങ്കര ഡിലൈറ്റഡ് ആയിട്ടുള്ള, ദാറ്റ് ഈസ് ഇലൈറ്റ്. ഇലൈറ്റഡ്, ഇലൈറ്റഡ് കേട്ടോ. ഇലൈറ്റ് ചെയ്യുക, ഹാപ്പി ആക്കുക എന്നുള്ളത് വേർബ് ഉണ്ട്, ഇലൈറ്റ് വേർബ് ഉണ്ട്. മേക്ക് ഹാപ്പി, മേക്ക് സംവൺ ഹാപ്പി കേട്ടോ, അങ്ങനെ അർത്ഥം. ഇലൈറ്റ് ചെയ്യുക മീൻസ് മേക്ക് സംബഡി ഹാപ്പി എന്ന് പറയണമല്ലോ. ഒരാൾ നമ്മളെ ഹാപ്പി ആക്കുക, സന്തോഷമാക്കുക അല്ലെ, സന്തോഷമാക്കുക എന്നാണ് എലൈറ്റ് ചെയ്യുക എന്ന് പറയാം. ഇറ്റ് എലൈറ്റഡ് മീ അ ലോട്ട്, ഇറ്റ് മെയ്ഡ് മീ ഹാപ്പി എന്ന് പറയില്ലേ, ഇറ്റ് മെയ്ഡ് മീ ഹാപ്പി, എക്സ്ട്രീംലി ഹാപ്പി, അതാണ് എലൈറ്റ് ചെയ്യുക വേർബ്. എലവേറ്റ് ചെയ്യുക, ഓർത്തണം, എലവേറ്റും എലൈറ്റ് രണ്ടാണ്. എലവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റേസ് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക അല്ലെ, ഉയർത്തുക, ഒരു കാര്യം ഉയർത്തുക, ബൂസ്റ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക എന്നൊക്കെയാണ് എലവേറ്റ് ചെയ്യുന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, എലവേഷൻ എന്നാണ്. ഇലേഷൻ നൗണ്, ഹാപ്പിനെസ്, എലിവേഷൻ നൗണ് തന്നെയാണ്, എലിവേഷൻ. ഓക്കെ, അർത്ഥം. അടുത്താണ് ഗ്രാപ്പിൾ. നമ്മൾ പഠിച്ചിട്ടുള്ള ഇത് ലാസ്റ്റ് സെറ്റ് വേർഡ് ആട്ടോ, ലാസ്റ്റ് സെറ്റ്. ഗ്രാപ്പിളോട്ട് കഴിഞ്ഞ് നമ്മൾ ആർട്ടിക്കിളോട്ട് പോകണം. സോ ഗ്രാപ്പിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റെസ്റ്റിൽ ചെയ്യുക, സ്ട്രഗിൾ ചെയ്യുക, അല്ലെങ്കിൽ ടസിൽ ചെയ്യുക അല്ലെ. നമ്മൾ ഗ്രാപ്പിളിലൂടെ ഉപയോഗിക്കുന്ന ഫിക്സഡ് പ്രൊപ്പോസിഷൻ എന്താണ്? വിത്ത് ആണ്. ഗ്രാപ്പിളിലൂടെ ഉപയോഗിക്കുന്ന ഫിക്സഡ് പ്രൊപ്പോസിഷൻ എന്താണ്? ഗ്രാപ്പിൾ വിത്ത് സംബഡി, ഗ്രാപ്പിൾ വിത്ത് സംതിങ്, ഫൈറ്റ് വിത്ത്, റെസിൽ വിത്ത്, സ്ട്രഗിൾ വിത്ത് എന്നുള്ള അർത്ഥത്തില്ലേ. ഫൈറ്റ് വിത്ത് പറയില്ല, ഫൈറ്റ് എന്ന് പറയുള്ളൂ. ഞാൻ ഗ്രാപ്പിളിന്റെ കൂടെ ഉപയോഗിക്കേണ്ട കാര്യം പറയാണ്. സോ ഗ്രാപ്പിൾ എന്ന് പറയുന്നത് സ്ട്രഗിൾ ചെയ്യുക, റെസിൽ ചെയ്യുക, ഫൈറ്റ് ചെയ്യുക, ടസിൽ ചെയ്യുക, അതിനെയാണ് ഗ്രാപ്പിൾ എന്ന് പറയുന്ന വാക്ക്. ടസിൽ നൗണും ഉണ്ട്, വേർബുണ്ട്. സ്ട്രഗിൾ നൗൺ ഉണ്ട്, വേർബുണ്ട്. അതുപോലെ തന്നെ ഫൈറ്റ് നൗൺ വേർബുണ്ട്. റെസിൽ ചെയ്യുക എന്ന് പറയുന്നതും നൗൺ വേർബുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രാപ്പിൾ എന്ന വാക്കിന്റെ അർത്ഥം മതി ട്രസ്റ്റ് ചെയ്യുക, ഫൈറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ? അത് ഡൗട്ട് ഒന്നുമില്ലല്ലോ. നോക്കട്ടെ അടുത്ത സെന്റൻസ്. എവിടെ വരെ എത്തി? ഓക്കെ, യെസ് യെസ്. Okay, skepticism leads her to do nothing. That's great. That's great. Skepticism is solely responsible for her this turnout. For her turnout എന്ന് പറഞ്ഞു, അവളുടെ ടേൺഔട്ടിന്റെ കാരണം എന്ന് പറഞ്ഞു. ഓർ ഫോർ ദിസ് ടേൺഔട്ട് എന്ന് കൊടുത്തു. ഹെറും ദിസും ഒരുമിച്ച് വരില്ല കേട്ടോ ഷമാസെ. നമ്മൾ പഠിച്ചിട്ടില്ലേ അഡ്ജക്റ്റീവിന്റെ ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സിൽ നമുക്ക് എന്താ പറയുക, ഡിറ്റർമിനർ ആദ്യം വരും. ദോഷാസ് ഡിറ്റർമിനർ ആദ്യം വരും. അപ്പൊ ഡിറ്റർമിനറിൽ വരുന്നതാണ് പൊസീവ് ഹെറും, എന്നാ ദിസ് ഇത് എന്ന് പറയുന്നത് ഡിറ്റർമിനർ ആണ്. രണ്ടുകൂടെ ഒരുമിച്ച് വരില്ല, ഇതിൽ ഒന്നല്ല വരുള്ളൂ. ഒന്നെങ്കിൽ ഹെർ ടേൺ ഔട്ട് അല്ലെങ്കിൽ ദിസ് ടേൺ ഔട്ട് എന്ന് പറഞ്ഞു കേട്ടോ ഷമാസെ, ശ്രദ്ധിച്ചോളെ. ഷി വാസ് ousted from the group on the back of her skepticism over everyone. That's great. You can't bear its ramifications, so think wisely before you strive. That's great.
ramification always come out to be successful if we strive hard for it. That's great, Atula. Qatar strive to organize a magnificent. Rashmi, namale past tense കൊടുക്കുമ്പോൾ വെർബിന് past tense കൊടുത്താൽ മതി, ഇൻഫിനിറ്റീവുകൾക്ക് past tense കൊടുക്കരുത് കേട്ടോ. വീറ്റ് കൊടുക്കരുത്. 2+V1 അത് ഇൻഫിനിറ്റിന് ഒരു മാറ്റമില്ല. അതുകൊണ്ടാണ് അവരെ നോൺ ഫൈനൈറ്റ് വെർബ്സ് എന്ന് അറിയപ്പെടുന്നത്. അവരൊരിക്കലും വെർബായിട്ട് ഉപയോഗിക്കില്ല. ദേ ആർ നോട്ട് വെർബ്സ് കേട്ടോ. അപ്പോൾ Qatar strive to organize a magnificent World Cup and the turnout proved it to be right without any skepticism. All right. This big day is impending and her family is on set for the celebration. Is beginning for celebration എന്നാണോ? Noun ആയിട്ട് ഉപയോഗിക്കില്ല on set. അവർ ready ആണ് for celebration ആണ് നീ കൊടുക്കുന്നതെങ്കിൽ set for അല്ലേ എന്ന് കൊടുത്തോ. Her family is all set for the celebration എന്ന് കൊടുത്തോ. Her family is all set to something, set for something എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ prepared for, ready for എന്ന അർത്ഥത്തിലാണ്. ഇവിടെ നീ ഉപയോഗിച്ചിരിക്കുന്ന on set is not right. അത് noun ആണ് on set എന്ന് പറയുന്നത്. ഉപയോഗിക്കരുത് ദേശമാസെ on set ലെ set for കൊടുക്കുക കേട്ടോ. Their case is treated with some skepticism in police. In police alla, skepticism by police. Police in a doubt le. This case is treated with some skepticism in police alla avamole by police kodukka. She can't put up with his skeptic nature. That's great. You should elevate your level of studies. That's great. Jan 1 is a day of onset of new hopes. Yes. Your grappling attitude does not elevate you. That's great. He is elevated to the post of general manager by the company. That's great. Grappling with the juniors elevated the trivial issue. All right. In the onset of New Year, I took new decisions to elevate myself for a new version of me. That's great. Okay. Jinu, sentence start with the capital letter തുടങ്ങണേ. അപ്പോൾ I capital letter കൊടുക്കാം. On the back of her hegemony, there is a perceptible rebound on our production. That's great. It is perceptible from the environment that there's an elevation in temperature and peasants are grappling with making their lives. So grappling to varilla, grappling with the fixed preposition. There is an art in grappling and most with and most people do not perceive this. There is an art in grappling with preposition. Show a perceptible elation in the pursuit of your dreams. All right. Now notice a lot. No one singular alle. No one notices the grapple. Grapples grapple. No one notices the grappling and the no one notices the grappling, yet it is okay if the results are perceptible. The sound was barely perceptible. That's great. In infection, the drug must be taken from on the onset. Okay. In infection, during infection the samayatha, drug must be taken from the onset, from the beginning. Okay. Every successful person has to say the story of grappling against struggling against fighting against grappling against grappling with many hurdles. Okay. They managed to grapple him to the ground. They managed to grapple with him to the ground. Elevating a person from a trouble is a laborious task. Yes. I always had a skepticism. I always have. Always I always simple present. I always have a skepticism, doubt while making subject verb agreement sentences. Yes, you have. I always have. If you grapple with the situation, it will lead to good ramifications. Great. I can perceive the vocabulary from Hindu editorial. It elevates my vocabulary. It's really it really elates me. It really elates me. It really elates me. We should elevate her since she is in a scathing situation. All right. The last resort of wrong turn sequels portrayed the austere behavior of the cannibals. All right. Great. Onset of a celebration needs a lot of preparation. Yes. Okay. നോക്കാം ഇന്ന് നോക്കാം അശ്വിനി ഞാൻ നോക്കാം കേട്ടോ ഞാനേ ഇന്നലെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഇന്നലെ ഒന്നും ഞാൻ ടെലിഗ്രാമിൽ വന്നേയില്ല ഇന്ന് നോക്കാം കേട്ടോ അല്ലോ
and I'll add you to group add ചെയ്തേക്കാം. Fort Kochi witnessed the unprecedented celebration in connection with the onset of New Year. Yes, that's it. That's great sentence. Okay, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആർട്ടിക്കിളോട് പോവാണ് നമ്മൾ. സോ നമുക്ക് ഇന്ന് കുറച്ച് വൊക്കാബുലറി ഉള്ളൂ, എസ്പെഷ്യലി വേർഡ്സ് വളരെ കുറവാണ്, സിനോണിംസ് ആൻഡ് ആന്റണിംസ് ഒക്കെ വളരെ കുറവാണ്. നമുക്ക് ആർട്ടിക്കിളോട് പോകാം. ആൻഡ് ഹിയർ വി ഗോ. ദിസ് ഇസ് അവർ ആർട്ടിക്കിൾ. അപ്പോൾ ആർട്ടിക്കിളോട് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ 4ാമത്തെ ബാച്ച്, അതായത് പ്രിലിംസിന്റെ ഡിഗ്രി പ്രിലിംസിന്റെ 4ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐ മീൻ സ്റ്റോറിലുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജനുവരി 11-ാം തീയതി. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. നമ്മളൊരു ലോങ് ബാച്ച് ആണ്, ലൈക്ക് 5 month ബാച്ച് ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് മെന്റർഷിപ്പ് വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കുറച്ച് അപ്ഡേറ്റഡ് വേർഷനിൽ പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മളോട് വന്ന് ജോയിൻ ചെയ്യാം. 4ാമത്തെ ബാച്ച് ആട്ടോ, ഇത് 4ാമത്തെ ബാച്ച്. യൂണിവേഴ്സിറ്റി ടെസ്റ്റിന് അപ്ലൈ ചെയ്യാം. 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ. അത് ഓർക്കാം. അപ്പോൾ പഠിച്ചു തുടങ്ങുക, പഠിക്കാത്തവർ കേട്ടോ. കാര്യം നമുക്ക് SCRT ബേസ്ഡ് ആയിട്ടുള്ള NCERT ബേസ്ഡ് കുറച്ചൊരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ പഠിക്കണം. പരന്ന രീതിയിൽ പരന്ന വായന വേണം കേട്ടോ. പഠനം മാറ്റണം, അത് ശരിക്കും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ആ ലെവലിലാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ലെവലിൽ നീ അപ്ഗ്രേഡഡ് ആകണം. ഇനി ആലോചിച്ച് വെക്കാൻ പറ്റില്ല, പുതിയ തുടക്കമല്ലേ. അപ്പോൾ 2400 രൂപയ്ക്കാണ് നമ്മുടെ കോഴ്സ് കിട്ടുക. അതിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ എൻ്റെ കോഡ് മറക്കണ്ട, Y314 Y314 എന്ന കോഡ് അപ്ലൈ ചെയ്യാം. CPA വിളിച്ചിട്ടുണ്ട്, വിമൻ CP വിളിച്ചിട്ടുണ്ട് അല്ലേ. അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഉണ്ട്. നമുക്ക് വിമൻ CP ഇനി വരുന്ന അപ്ലൈ കഴിഞ്ഞ ദിവസം വിളിച്ചല്ലേ ഉള്ളൂ. CPയുടെ ഡേറ്റ് അറിയാം, എനിക്കൊന്നും ഉടനെ തന്നെ ഉണ്ട്. അത് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ 18-ാം തീയതി ആണെന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ എനിവേസ് നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവരൊക്കെ അപ്ലൈ ചെയ്യാം. 19-ാം തീയതി നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം വേഗം അപ്ലൈ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങണം നമുക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ 2400 രൂപയ്ക്കുള്ള കോഴ്സ് കിട്ടും. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, കോഡ് അപ്ലൈ ചെയ്താൽ മതി Y314. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGSന്റെ ക്ലാസ്സിൽ നിന്ന് തുടങ്ങുക. യൂണിവേഴ്സിറ്റി LGSന്റെ ക്ലാസ്സിൽ നിന്ന് തുടങ്ങും നമ്മൾ. അപ്പം നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കാത്തിരുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിളിച്ചു, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വിളിച്ചു, യൂണിവേഴ്സിറ്റി LGS വിളിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഡിഗ്രി ക്വാളിഫിക്കേഷൻ വരാൻ പാടില്ല. ബട്ട് യു മസ്റ്റ് ഹാവ് 7th സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷൻ. 7ാം വർഷം ഒരു ക്വാളിഫിക്കേഷൻ വേണം. 7ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു ഇത് വേണം. അതുപോലെ എന്നാൽ പിന്നെ ഡിഗ്രി പാസ്സാവാൻ പാടില്ല. അതാണ് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷനോട് പറയുന്നത്. അപ്പോൾ LGSന് അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്ത് തുടങ്ങിയോളൂ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ മറക്കണ്ട. കോഡ് അറിയാലോ, Y314. മനസ്സിലായെങ്കിൽ, ഇതുവരെ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് കിട്ടോട്ടോ. നമുക്ക് തുടങ്ങാം. എയ്സ് ആൻഡ് നെയ്സ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഒരു പ്രപ്പോസൽ എടുത്തേക്കുവാണ്. നമുക്ക് റിമോട്ട് വോട്ടിംഗ് കൊടുക്കാം. ഡൊമസ്റ്റിക് മൈഗ്രൻസിന് റിമോട്ട് വോട്ടിംഗ് സിസ്റ്റം, വോട്ടിംഗ് അറേഞ്ച് ചെയ്യാം. അങ്ങനെ ഒരു സിസ്റ്റം അറേഞ്ച് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് റിമോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒക്കെ കൊണ്ടുവന്ന് EVMs ഒക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്താൽ കറക്റ്റ് ആവുമോ എന്നുള്ളതൊരു അനലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് വോട്ടിങ്ങിനെ പറ്റി നമുക്ക് എങ്ങനെ പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം കേട്ടോ. ലെറ്റ്സ് സീ. You must elevate your knowledge. Great. Grapple with the classmates grapple with അല്ല കേട്ടോ പ്രവി. grappling with ജെറണ്ടായിട്ട് കൊടുക്കുക. grappling with the classmates leads to the termination of his course കൊടുക്കണം. grappling with the classmates leads to the ലീഡിനോട് എപ്പോഴും 2 കൊടുക്കണം കേട്ടോ. പിന്നെ സിംഗുലർ ആണല്ലോ സബ്ജക്ട്, അപ്പോൾ സബ്ജക്ട് അനുസരിച്ച് വെർബ് സിംഗുലർ കൊടുക്കണം കേട്ടോ. ലീഡ്സ് ടു എന്തായാലും വേണം കേട്ടോ. ഫിക്സഡ് പ്രിപ്പോസിഷൻ ആണ്. ടെർമിനേഷൻ ഓഫ് ഹിസ് കോഴ്സ്. ഐ ഹാവ് എ പെർസെപ്റ്റിബിൾ എലവേഷൻ ഇൻ മൈ ഇംഗ്ലീഷ് വൊക്കാബുലറി താങ്ക്സ് ടു ദ എഡിറ്റോറിയൽ സെഷൻ. ദാറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് നന്ദീഷ. ഗുഡ് ഫോർ യു. ഓക്കെ, നല്ല കാര്യം. ഐ ഗ്രാപ്പിൾഡ് എ ലോട്ട് ടു എലവേറ്റ് മൈ പ്രിപ്പറേഷൻസ്. ദാറ്റ്സ് ഗ്രേറ്റ്. കഴിഞ്ഞ വീഡിയോയിലോ സോറി ഞാൻ നോക്കില്ല, ഞാൻ നോക്കാട്ടോ, ഞാൻ വിട്ടുപോയി കാണാം. ഞാൻ നോക്കാട്ടോ നന്ദീഷ, നോക്കി പറയാം. Good friends may elevate the personality. Great. Don't wait for an onset to start preparation for competitive exam. Yes. ഉണ്ട്. ലൈവ് ക്ലാസ്സും അതിലൂടെ റെക്കോർഡും ഉണ്ട് കേട്ടോ ജിനു. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയി. എല്ലാത്തിനും ഇടയിലെ എല്ലാ ക്ലാസ്സുകൾക്കും ലൈവ് ക്ലാസ്സുകളും അതോടൊപ്പം റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പേടിക്കണ്ട. That's done അല്ലേ? That's done and dusted. പേടിക്കണ്ട. ഓക്കെ, അപ്പൊ yes and nays ആണ്. Yes and nays എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ കേട്ടോ. യെസ്സുകളും നോസും കേട്ടോ. നമ്മുടെ അഫർമേഷൻസും ആൻഡ് അതുപോലെ തന്നെ നോസും അത് തന്നെയാണ് നമ്മൾ യേസ് ആൻഡ് നെയ്സ് എന്ന് പറയാം. ഏതൊക്കെയാണ് പോസിറ്റീവ് ആസ്പെക്ട്സ് ആൻഡ് വാട്ട് ആർ ദ നെഗറ്റീവ് ആസ്പെക്ട്സ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്കാം. ഹയർ ടേൺ ഔട്ട് ഇസ് വർത്ത് സ്ട്രൈവിംഗ് ഫോർ. ഹയർ ടേൺ ഔട്ട്, ഹയർ അറ്റൻഡൻസ് ഇസ് വർത്ത് സ്ട്രൈവിംഗ് ഫോർ. അത് നമ്മളൊന്ന് ശ്രമിക്കേണ്ടത് തന്നെയാണ്. വർത്ത് സ്ട്രൈവിംഗ് ആണ്. ബട്ട് നോട്ട് വിതൗട്ട് സഫിഷ്യന്റ് സേഫ് ഗാർഡ്സ്. നമ്മൾ ടേൺ ഔട്ടിന് വേണ്ടിയിട്ട് അറ്റൻഡൻസ് എപ്പോഴും നമുക്ക് വേണ്ടത് തന്നെയാണ്. അതിലൊരു കാര്യമില്ല. അതിനുവേണ്ടി നമുക്ക് എയിം ചെയ്യാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, നമുക്ക് പ്രോപ്പർ സേഫ് ഗാർഡ് ഇല്ലെങ്കിൽ, പ്രൊട്ടക്ഷൻ, സേഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പണിവാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. നമ്മളെപ്പോഴും സഫീഷ്യന്റ് ആയിട്ടുള്ള ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ വെച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറ്റൻഡൻസ് കൂടുതലാക്കാനുള്ള മാർഗങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്.
അറ്റൻഡൻസ് കൂട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ റിമോട്ട് വോട്ടിംഗ് സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. നമുക്ക് വോട്ടിംഗ് ആൾക്കാരുടെ അറ്റൻഡൻസ് കൂട്ടുക, അതാണ് വേണ്ടത് നമുക്ക്. Let's see. Given the regional variations in demographic trends and economic opportunities, India has a high rate of migration, which doubled in the census decade of 2001 to 2011. Migrants often see their political and economic rights compromised at their place of origin and residence. The Election Commission of India, ECI, has now proposed a mechanism to facilitate remote voting for domestic migrants. The remote electronic voting machine (EVM) prototype can be used for up to 72 constituencies simultaneously from a single remote. അപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മൾ ആലോചിക്കാം, നമുക്ക് ഒരുപാട് റീജിയണൽ വേരിയേഷൻസ് ഉണ്ട് അല്ലെ. പല റീജിയണൽ ഡിഫറൻസസ് ഒരുപാടുള്ള, ഡെമോക്രാറ്റിക് ട്രെൻഡ്സ് ഉള്ള, അതുപോലെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു നാടാണ് ഇന്ത്യ അല്ലെ. കാര്യം വെച്ചാൽ പല പോപ്പുലേഷൻ ട്രെൻഡ്സിൽ പല ഓരോ റീജിയൻ അനുസരിച്ച് പോപ്പുലേഷൻ വേരീസ് ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസും വേരീസ് ആണ് ഇന്ത്യയിൽ. അങ്ങനെയുള്ള ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ മൈഗ്രേഷന്റെ റേറ്റ് കൂടുവാണ്. ഒരുപാട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ഇന്ത്യ വിട്ട് പോവാണ്. ആൻഡ് അതിന്റെ സെൻസസ് നമ്മൾ എടുത്തു പോകണം. 2001-2011 സെൻസസ് എടുത്ത് നോക്കിയപ്പോൾ ശരിക്കും അതിന്റെ റേറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ശരിയാണ്, ഒരുപാട് നമ്മൾ ഇപ്പോൾ സ്റ്റുഡന്റ് മൈഗ്രേഷനും കൂടിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. പോപ്പുലേഷൻ കൂടുന്നു, ഓപ്പർച്യൂണിറ്റീസ് ഇല്ലെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമില്ല. അങ്ങനെ പോകുന്ന ഒരുപാട് കേസുകൾ നമുക്കിപ്പോൾ കാണാം. ഇപ്പൊ 2001-2011 കേസ് ആ ഒരു കാലഘട്ടം നമ്മൾ സെൻസസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹൈ റേറ്റ് ഓഫ് മൈഗ്രേഷൻ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഡബിൾഡ് ആയിട്ട്, നേരത്തേക്കാളും ഡബിൾഡ് ആയിട്ടുണ്ട് ഇപ്പോൾ എന്നാണ്. കാരണം മൈഗ്രേഷൻ എന്തുകൊണ്ടാണ് ശരിക്കും കാണുന്നത് എപ്പോഴും എങ്ങനെയാ, നമ്മുടെ നാട്ടില് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇക്കണോമിക്കൽ ആയിട്ടുള്ള റൈറ്റ്സ് ജനതകളുടെ ഇക്കണോമിക്കൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ട് റൈറ്റ്സിനെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ആണ് അവരവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെ. എനിക്കിവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇക്കണോമിക്കലായി റൈറ്റ് കിട്ടുന്നില്ല, എന്നെ അത് കോംപ്രമൈസ് ചെയ്യപ്പെടുവാണ്. അറ്റ് ദെയർ പ്ലേസ്, അവനവന്റെ സ്ഥലത്ത്, അവനവന്റെ പ്ലേസ് ഓഫ് ഒറിജിനിൽ, അവനവന്റെ റെസിഡൻസിൽ കിട്ടുന്നില്ലെങ്കിൽ അവിടുന്ന് അവൻ വിട്ട് പോവുകയുള്ളൂ. അതാണ് നടക്കുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ ECI പറഞ്ഞു, പ്രപ്പോസൽ ഇട്ടു, നമുക്കൊരു കാര്യം ചെയ്യാം, റിമോട്ട് വോട്ടിംഗ് കൊടുക്കാം, ഡൊമസ്റ്റിക് മൈഗ്രൻസിന് റിമോട്ട് വോട്ടിംഗ് അറേഞ്ച് ചെയ്യാം എന്നുള്ളൊരു പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുവന്നു. ഈ റിമോട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM കൊണ്ടുവരുന്നതിനെ പറ്റി പറയുന്നത് എന്താ വെച്ചാൽ, അതിന്റെ പ്രോട്ടോടൈപ്പ് ശരിക്കും പറഞ്ഞാൽ 72 കോൺസ്റ്റിറ്റ്യുവൻസീസിൽ നമ്മൾ കൊണ്ടുവരാനാണ് പ്ലാൻ ഇടുന്നത്. ആ ഒരു 72 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സൈമിൾട്ടേനിയസ് ആയിട്ട്, പാരലൽ ആയിട്ട് ഒറ്റ സിംഗിൾ റിമോട്ട് പോളിംഗ് ബൂത്ത് വെച്ച് നടത്താൻ പറ്റും. സിംഗിൾ ആയിട്ടുള്ള റിമോട്ട് പോളിംഗ് ബൂത്ത് വെച്ചിട്ട് 72 കോൺസ്റ്റിറ്റ്യുവൻസിലുള്ള ഡൊമസ്റ്റിക് വോട്ടേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്, വോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. So ECI has invited political parties for a demonstration of the prototype on January 16th. ഒരു കാര്യം, January 16 പൊളിറ്റിക്കൽ പാർട്ടീസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ. ഈ പ്രോട്ടോടൈപ്പിന് ആദ്യത്തെ പ്രോട്ടോടൈപ്പ് അല്ലേ, അപ്പൊ ആദ്യത്തെ ഒരു പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു സാധനത്തിന്റെ ആദ്യത്തെ ഒരു ഇൻവെൻഷൻ, ആദ്യത്തെ ടൈപ്പ്, അതിന്റെ ഫസ്റ്റ് വൺ, അതിന് നമ്മളൊന്ന് എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം, വരാനായിട്ട് പറഞ്ഞിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. അതിന്റെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ വിളിച്ചിട്ടുണ്ട് January 16th വേണ്ടി. A concept not by the commission takes into account the legal, operational and administrative and technological challenges at hand. Voter participation is comparatively higher in India, yet in 2019, 1 of 3 voters did not turn up. Going by the 2017 economic survey, there are around 14 crore internal migrants in the country, and they have to cross many hurdles to be able to vote. Anything that advances their rights must be welcomed. But a hurried move will only do more damage to the integrity of the electoral process, which many fear is eroding and for valid. അപ്പോൾ ആലോചിച്ച് നോക്കാം, നമ്മൾ ഇങ്ങനെ ഒരു എടുക്കുന്ന കാര്യം നല്ലത് തന്നെ. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊടുക്കുമ്പോഴും ഓർക്കണേ, ഓപ്പറേഷണൽ ആയിട്ടുള്ള എന്തൊക്കെ ഈ കോൺസെപ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ മറികടന്നാ പോകുന്നത്. ഓപ്പറേഷണൽ ചാലഞ്ചസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ചാലഞ്ചസ് ഉണ്ട്, ടെക്നോളജിക്കൽ ചാലഞ്ചസ് ഉണ്ട്. ഇതൊക്കെ എന്താണ് തൊട്ടടുത്ത്, ഇറ്റ്സ് ക്ലോസ് ബൈ അല്ലെ. ഇതൊക്കെ ചാലഞ്ചസ് ഒക്കെ ഹാൻഡി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ വോട്ടർ പാർട്ടിസിപ്പേഷനെ പറ്റി നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ വോട്ടർ പാർട്ടിസിപ്പേഷൻ സാധാരണ രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല കൂടുതലാണ്. പക്ഷെ 2019 3 വോട്ട്, 1 in 3 വോട്ടേഴ്സ്, 3-ൽ 1, ഇപ്പൊ നമ്മൾ 1/3 എന്ന് പറയാം, 3-ൽ 1% വോട്ട് ആൾക്കാർ വന്നില്ല. അങ്ങനെ ഒരു ഇത് നടന്നു 2019. 2017 ഇക്കണോമിക് സർവേ അനുസരിച്ച് 14 കോടി ഇന്റേണൽ മൈഗ്രൻസ് ആണ് നമ്മുടെ കൺട്രിയിലുള്ളത്. ഡൊമസ്റ്റിക് മൈഗ്രൻസിന്റെ കണക്കെടുത്ത് നോക്കിയേ. 2017 ഇക്കണോമിക് സർവേയിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 14 കോടി എന്ന് പറയുമ്പോൾ ചില്ലറയല്ല കേട്ടോ. 14 കോടി ഇന്റേണൽ അതായത് ഡൊമസ്റ്റിക് മൈഗ്രൻസ് ആണ് ഇന്ത്യയിൽ ഉള്ളതെന്ന് പറയാം.
കാര്യം ഈ ഇവര് പലയിടത്തായിട്ട് വർക്ക് ചെയ്യുന്നത്, സ്വന്തം സ്ഥലത്ത് വിട്ട് വേറെ അടുത്ത് ഇന്റേണൽ ആയിട്ടുള്ള ഡൊമസ്റ്റിക് മൈഗ്രേഷൻ അല്ല നടക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മൈഗ്രൻസ് ഉള്ളവര് അവരെന്ത് വോട്ട് ചെയ്യാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ തിരിച്ചു വരിക. നാട്ടിൽ വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി എത്ര കഷ്ടപ്പാട് അവർ സഹിക്കുന്നത്, എത്ര ഹേർഡിൽസ് അവർ മറികടന്നിട്ട് അവർ വരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള വോട്ടേഴ്സിന്റെ ഗുണത്തിന് വേണ്ടി പോസിറ്റീവ് ആയിട്ടുള്ള എന്ത് അഡ്വാൻസ് നമ്മൾ കൊണ്ടുവന്നാലും ദാറ്റ് ഇസ് വെൽക്കം, നല്ല കാര്യം. എന്തൊക്കെ അഡ്വാൻസ് നിങ്ങൾ കൊണ്ടുവന്നോ അതൊക്കെ നല്ല കാര്യമാണ്, അതൊക്കെ വെൽക്കം ആണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, എടിപിടി എന്നുള്ള ഹറീഡ് ആയിട്ടുള്ള ഹേസ്റ്റി ആയിട്ടുള്ള ഒരു മൂവ് വിൽ ഓൺലി ഡു ഡാമേജ്. അത് ഓർക്കുക. ഹേസ്റ്റി ആയിട്ട് ധൃതി പിടിച്ചിട്ട് എടുത്തിയാട്ടം വേണ്ട. എടുത്തിയാട്ടം എന്ന് പറയുന്നത് അവസാനം ഈ ഇലക്ട്രൽ പ്രോസസ്സിന്റെ ഇന്റഗ്രിറ്റിയെ തന്നെ ഇല്ലാണ്ടാക്കും. അതിന്റെ ഒരു ഇന്റഗ്രിറ്റി ഉണ്ടല്ലോ, അതിന്റെ ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസത്തെ തന്നെ മാറ്റിക്കളയുന്ന ഒരു കാര്യം. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞ വിശ്വാസത അല്ലെ, ആ ഒരു അതിന്റെ ഒരു വിശ്വാസം, ട്രസ്റ്റ് തന്നെ ഇല്ലാണ്ടാക്കി കളയും. ബിക്കോസ് ഒരുപാട് പേര് പറയുന്നു ഇപ്പൊ തന്നെ ഇലക്ട്രിക് സിസ്റ്റത്തിൽ ഇറോഡിങ് ആണ്, അതിനൊരു ഡാമേജിങ് ആയിട്ടുള്ള പൊക്കോണ്ടിരിക്കുകയാണ് ഫോർ വാലിഡ് റീസൺസ്. കറക്റ്റ് ഒരുപാട് വാലിഡ് റീസൺസ് അതിനുണ്ട്. അതുകൊണ്ട് തന്നെ EC's recent conduct, including in the 2022 Gujarat Assembly elections, has been less than reassuring. ഇപ്പം നമ്മൾ ഗുജറാത്തിൽ ഈ ടെക്ക് നമ്മളിപ്പോ കണ്ട തൊട്ടടുത്ത ഇലക്ഷൻ എന്നാ നമ്മുടെ ഗുജറാത്ത് അസംബ്ലി ഇലക്ഷൻ ആയിരുന്നു അല്ലെ. അതിൽ നമ്മൾ BJP കൊണ്ടുപോയത് അല്ലെ. ഗുജറാത്ത് അസംബ്ലി ഇലക്ഷനിൽ 34 വർഷമായിട്ട് എന്നൊക്കെ പറഞ്ഞു, 32 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് BJP കൊണ്ടുവന്നു ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതായത് ലെസ് റീഅഷ്യൂറിംഗ് ആയിരുന്നു. അത്രയും റീഅഷ്യൂർ ചെയ്ത് തരുന്നു, നമുക്കൊരു ഉറപ്പ് തരുന്ന രീതിയിലുള്ള ഒരു ഇതല്ലായിരുന്നു ECIന്റെ ഒരു ഈ തവണത്തെ ഒരു എന്താണ് മനോഭാവം, ബിഹേവിയർ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു തീരുമാനം എടുക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടെ എന്താ പറയാ ധൃതി വെക്കാതെ എന്താ പറയാ ലോങ് ടേമിൽ ചിന്തിച്ച് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Let's see. The EC process to have remote voting for migrants as early this year. Next paragraph on it. While there is no technical basis for allegations of fraud in the current single constituency, non-networked EVMs, public trust in them has never been lower than it is today. Public trust is the only strength of any electoral process. With EVMs, the voter has no way to see whether the vote is recorded as it is cast. The EC's ambitious plan comes against the backdrop of public skepticism about its own impartiality and less justifiably. അപ്പൊ പറഞ്ഞു വരുന്ന കാര്യത്തോട് വരാം. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരുന്ന നല്ല കാര്യം വെൽക്കം മൂവ് ആണ്, മൈഗ്രൻസ് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ നല്ലതാണ്. പക്ഷെ എടുത്തിയാട്ടം പാടില്ല. അത് വീണ്ടും പറയും. കാരണം അതിന് എക്സാമ്പിൾ ആയിട്ട് കൃത്യമായിട്ട് എടുത്തുകൊണ്ട് 2022 ഗുജറാത്ത് അസംബ്ലി ഇലക്ഷന്റെ സമയത്ത് ECIയുടെ മനോഭാവം അത്ര നല്ല രീതിയിലല്ലായിരുന്നു, ലെസ് റീഅഷ്യൂറിംഗ് ആയിരുന്നു എന്ന രീതിയിലാണ്, ലെസ് ദാൻ റീഅഷ്യൂറിംഗ് ആയിരുന്നു എന്നാണ് പറഞ്ഞാണ് അവസാനിപ്പിച്ചേക്കുന്നത് ആദ്യ പാരഗ്രാഫ്. ഇനി നമ്മൾ EC ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പ്രപ്പോസൽ നമ്മൾ മുന്നോട്ട് പറഞ്ഞല്ലോ, റിമോട്ട് വോട്ടിങ്ങിന് വേണ്ടിയുള്ള ഈ പ്രപ്പോസൽ എന്ന് പറഞ്ഞല്ലോ, അത് നല്ലൊരു കാര്യമാണല്ലേ. റിമോട്ട് വോട്ടിംഗ്, മൈഗ്രൻസിന് റിമോട്ട് വോട്ടിംഗ് കൊടുക്കുക എന്നുള്ള നല്ല കാര്യമാണ്. ഈ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ അത് ചെയ്യാൻ പോവാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഓർക്കണം, നമുക്ക് ഒട്ടും ടെക്നിക്കൽ ബേസിസ് ഇല്ല ഈ ഒരു ഇതിലോട്ട്. എന്തിന്റെ കാര്യത്തില നമ്മൾ ഒരുപാട് അലിഗേഷൻസ് വരുന്നുണ്ട്. ഈ കറന്റ് സിംഗിൾ കോൺസ്റ്റിറ്റ്യുവൻസി നോൺ നെറ്റ്വർക്ക്ഡ് EVMs, ഇപ്പം സിംഗിൾ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടുള്ള നോൺ നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള EVMs, ഇലക്ട്രോണിക് ആയിട്ടുള്ള മെഷീൻസിനെ പറ്റി, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസിനെ പറ്റി ഉള്ളതിന് അലിഗേഷൻസ് ഓഫ് ഫ്രോഡ്, ഒരുപാട് ഫ്രോഡുലന്റ് അലിഗേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതിന് പ്രത്യേകിച്ച് ടെക്നിക്കൽ ബേസിസ് ഒന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അന്നും ഇന്നും ഉള്ളതിനെ വെച്ച് നോക്കുമ്പോൾ പബ്ലിക് ട്രസ്റ്റ്, ആൾക്കാർക്ക് പൊതുവെ ഉള്ളവരുടെ ട്രസ്റ്റിൽ വലിയ കുറവ് ഒന്നും പറയാൻ പറ്റില്ല. ഇന്നത്തുള്ളതിനും വലിയ കുറവൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുടെ വിശ്വാസം എന്ന് പറയും, ഇലക്ട്രൽ പോസ്റ്റലിലെ വിശ്വാസമാണ് ശരിക്കും ഒരേ ഒരു ട്രസ്റ്റ്. ഇലക്ട്രൽ പോസ്റ്റലിന്റെ ഒരു കാര്യം സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ആൾക്കാരിൽ ഇപ്പൊ പറഞ്ഞ ഇലക്ഷൻ ഇതിന് പ്രോസസ്സിലുള്ള ഒരു ഇലക്ട്രൽ പ്രോസസ്സിലുള്ള വിശ്വാസം, പബ്ലിക് ട്രസ്റ്റ് ആണ് ഇതിന്റെ ഒരേ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്, മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യമാണ്. അതില് ഈ EVMs, ഇലക്ട്രോണിക് എന്താണ് വോട്ടിംഗ് മെഷീൻസ് എന്ന് പറയുന്നത്, വോട്ടറിന് ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, വോട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല വോട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടോ എന്നുള്ളത്. കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടോ, ഞാൻ വോട്ട് കാസ്റ്റ് ചെയ്തപ്പോൾ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടോ എന്നുള്ളത് വോട്ടറിന് മനസ്സിലാക്കാൻ ഒരു തരത്തിലും പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ECIയുടെ വളരെ അംബീഷ്യസ്, മുൻകൂട്ടി കണ്ട നല്ലൊരു എന്താ പറയാ നല്ലൊരു പ്ലാനാണ്. പക്ഷെ ഇറ്റ് കംസ് അണ്ടർ അഗൈൻസ്റ്റ് ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് പബ്ലിക് സ്കെപ്റ്റിസിസം. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ഡൗട്ട്സിനെതിരെ വന്ന് നിൽക്കുവാണ്. കാരണം ഇതിന് ഞാനിപ്പോ ഇലക്ട്രോണിക് എന്താണ് റിമോട്ട് വോട്ടിംഗ് സിസ്റ്റം അത് വെച്ചിട്ട് EVM വെച്ചിട്ട് വോട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കുത്തുമ്പോൾ എനിക്ക് അറിയത്തില്ല അത് കാസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞത് എങ്ങനെയാണ് അത് പാർഷ്യല, നമുക്ക് അപ്പൊ പറയാൻ പറ്റില്ല. അത് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇറ്റ് സ്റ്റാൻഡ്സ് അഗൈൻസ്റ്റ് ഇംപാർഷ്യാലിറ്റി, അല്ലെങ്കിൽ ലെഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുന്നത് പറയാൻ പറ്റില്ല. അതുപോലെ റിലയബിലിറ്റി കുറയ്ക്കുന്നില്ല, അതിൽ റിലയബിലിറ്റി ഉണ്ട്, വേറെ ആർക്കും എനിക്ക് തന്നെ മനസ്സിലാവും, പിന്നെ വേറെ ആർക്കും മനസ്സിലാവാനാ. അപ്പോ ഒരു കാര്യമുള്ളൂ,
ഇനി വരാൻ പോകുന്ന ഈ നമ്മൾ മെഷീൻസ് അറേഞ്ച് ചെയ്യും, ഈ വർഷം തന്നെ തുടക്കത്തിൽ അത് അറേഞ്ച് ചെയ്യും. അപ്പോൾ ദ പ്രൊപ്പോസ് പ്ലാൻ വിൽ ആഡ് മോർ ക്വസ്റ്റൻസ് ടു ദ മിക്സ്. ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ അവശേഷിക്കുകയാണ്, ഇൻക്ലൂഡിംഗ് സം ഫണ്ടമെന്റൽ വൺ സച്ച് ആസ് അബൌട്ട് ദ കോറിലേഷൻ ബിറ്റ്വീൻ സിറ്റിസൺഷിപ്പ് ആൻഡ് ടെറിട്ടോറിയാലിറ്റി. In an era of unprecedented human mobility, the idea of portable voting rights is worth considering. But it will have far-reaching ramifications that should be accounted for. Defining a migrant who is eligible to vote remotely is going to be controversial. For instance, when does a migrant at a place become a resident? Even the ECA had expressed doubts about the practicality of remote voting rights for migrants in the past. Meanwhile, there is also an active demand for voting rights. നോക്കാം. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്തേ പറ്റുള്ളൂ. ഈ പ്രപ്പോസ് പ്ലാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങളാണ് കൊണ്ടുവരുന്നത്. എന്താ വെച്ചാൽ കുറച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയാണ്. കാരണം നമ്മൾ ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിൽക്കുന്നത് കോറിലേഷൻ ബിറ്റ്വീൻ സിറ്റിസൺഷിപ്പും ടെറിട്ടോറിയാലിറ്റിയും. ഇതിൽ സിറ്റിസൺഷിപ്പും ടെറിട്ടോറിയാലിറ്റി എന്ന് പറയുന്ന ഡിഫറൻസും എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, അത് നമ്മൾ എങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റും, ഇതിൽ എവിടെയാണ് ടെറിട്ടോറിയാലിറ്റി അല്ലെങ്കിൽ ഇവിടെ എവിടെയാണ് സിറ്റിസൺഷിപ്പ് എന്നൊരു ഡൗട്ട് ഇവിടെ വരികയാണ്. കാര്യം ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റും അമ്മാതിരി ആൾക്കാർ ഹ്യൂമൻ മൊബിലിറ്റി നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് ഇവിടെയുള്ള ആൾ നാളെ കാശ്മീരിലായിരിക്കും, ബിക്കോസ് അത്രമാത്രം ആൾക്കാർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന്. അപ്പോൾ അതായത് മീൻസ് ഷിഫ്റ്റ് കേട്ടോ, ലിറ്ററലി ഇന്ന് ഇവിടെ ജോലി ചെയ്യുന്നവരാണ് നാളെ അവിടെ ആയിരിക്കും ജോലിക്ക് പോകണേ, കുറച്ച് നാളെ പിന്നെ അവിടെ ആയിരിക്കും. അങ്ങനെ ഹ്യൂമൻ മൊബിലിറ്റി കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ പോർട്ടബിൾ വോട്ടിംഗ് റൈറ്റ്സ്, പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ മൂവബിൾ അല്ലെ, മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് പോർട്ടബിൾ എന്ന് പറയുന്നത്. മൂവബിൾ ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്, അത് ഉറപ്പായിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരുന്നത്, ഫാർ റീച്ചിങ് റാമിഫിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് വില നമ്മൾ കൊടുക്കേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ. കാരണം എന്താ വെച്ചാല് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാല് റിമോട്ട്ലി വോട്ട് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്ന ആളുടെ എലിജിബിലിറ്റി, എനിക്കതിന് ഇപ്പൊ ഞാൻ റിമോട്ട്ലി ഒരു മൈഗ്രന്റ് ആണെന്ന് വിചാരിക്കാം, അപ്പൊ ഞാൻ വോട്ട് ചെയ്യാൻ എന്താ എലിജിബിൾ ആണോ ഇല്ലയോ തീരുമാനിക്കുന്നത് എന്ന് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ട്, കോൺട്രവേഴ്ഷ്യൽ ആയിട്ടൊരു കാര്യം. കാരണം വെച്ചാൽ എപ്പോഴാണ് ഒരു മൈഗ്രന്റ് ഒരു പ്ലേസിൽ റെസിഡന്റ് ആയിട്ട് മാറുക? ആ ചോദ്യം, അങ്ങനെ ഒരു ചോദ്യം അവശേഷിക്കെ അതിന് ആൻസർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം കുറെ നാളവിടെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാളെ നമുക്ക് മൈഗ്രന്റ് എന്ന് വിളിക്കാൻ പറ്റുമോ, റെസിഡന്റ് എന്ന് വിളിക്കാൻ പറ്റുമോ, എന്ത് ടൈറ്റിൽ അയാൾക്ക് കൊടുക്കാം എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പം ഈവൻ ECI പോലും ഇതിനെപ്പറ്റി ഒരുപാട് ഡൗട്ട്സ്, ഇതിന്റെ പ്രാക്ടിക്കാലിറ്റിയെ പറ്റി ഒരുപാട് ഡൗട്ട്സ് റേസ് ചെയ്തിരുന്നു, റിമോട്ട് വോട്ടിംഗ് റൈറ്റ്സിനെ പറ്റി പാസ്റ്റില്. ഇപ്പം പെട്ടെന്ന് അതിനെ ഡൗട്ട് ക്ലിയർ ചെയ്യാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. സോ മീൻ വൈൽ അതേ സമയത്ത് ഇതൊരു പോയിന്റ് കേട്ടോ, ഇതാണ് ഒരു പോയിന്റ്. എന്നാൽ അതേ സമയത്ത് ഈ ഇടയ്ക്ക് ആക്റ്റീവ് വോട്ടിംഗ് റൈറ്റ്സിന്റെ ആക്റ്റീവ് മീൻ വൈൽ അതേസമയം ആക്റ്റീവ് ഡിമാൻഡ് ഫോർ വോട്ടിംഗ് റൈറ്റ്സ് ഫോർ നോൺ റെസിഡന്റ് ഇന്ത്യൻസ് അല്ലാത്ത നോൺ റെസിഡന്റ് ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ലെ, ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്ന നോൺ റെസിഡന്റ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് വോട്ടിംഗ് റൈറ്റ്സ് വേണമെന്നുള്ള ആക്റ്റീവ് ഡിമാൻഡ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഒരു പിടി എന്താ പറയാ കാര്യങ്ങൾ ആദ്യം ടാക്കിൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് വേണം ഈ പരിപാടിയിലോട്ട് വരാൻ. പക്ഷെ അതേ സമയത്ത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, കൂടുതൽ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ശരിക്കും ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് നമ്മൾ സഫീഷ്യന്റ് ആയിട്ടുള്ള സേഫ് ഗാർഡ്സ് പ്രൊട്ടക്ഷൻ എടുക്കണം, അതിനുള്ള മുൻകരുതലുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വന്നാൽ കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ എല്ലാവരും പ്രശ്നം എല്ലാം എടുത്തിയാടിയങ്ങൾ ചെയ്യും, അത് കഴിഞ്ഞിട്ട് അത് വരട്ടെ, പിന്നെ അത് വരുമ്പോഴല്ലേ ആലോചിച്ച് നോക്കാം എന്നുള്ള രീതിയിലാണ് എടുത്തിയാട്ടം വരുന്നത്. അതായത് നമ്മളിപ്പോ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ പ്ലാൻ ചെയ്ത് പോകണമെന്ന് പറയില്ല, പക്ഷെ നമ്മുടെ ഒരു സിസ്റ്റത്തിനെ മൊത്തം ഗൈഡ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി സിസ്റ്റമാറ്റിക്കൽ അല്ലെ, ഇറ്റ് മസ്റ്റ് ബി സിസ്റ്റമാറ്റിക്, ഉറപ്പായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ. അതിന് എന്തൊക്കെയാണ് പ്രോസസ് കോൺസ് എന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ചുള്ള പാത്തൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ബ്രിഡ്ജ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഡിഫിക്കൽട്ട് വൺ. അപ്പോൾ അങ്ങനെ ഒരു അനലിറ്റിക്കൽ പീസ് ഓഫ് ആർട്ടിക്കിൾ ആണിത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. അപ്പൊ എങ്ങനെയാണ് റിമോട്ട് വോട്ടിംഗ് അവൈലബിൾ ആക്കുമോ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ റിമോട്ട്ലി ആക്കി സെറ്റ് ആക്കുമോ, എല്ലാവർക്കും ആക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളൊരു ചോദിച്ചത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. I hope it is clear to you, okay? Yes. വേറെ എന്തായിരുന്നു ഡൗട്ട് ഉള്ളത്? ഇംഗ്ലീഷ് മാത്രം, ഹർഷത് ഇംഗ്ലീഷ് മാത്രം കോഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല അത്, ഇനി അത് തുടങ്ങുവാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. എൻഡ് ഓഫ് മന്ത് മിഡിൽ ക്ലാസ് പീപ്പിൾ ഹാവ് ഗ്രാപ്പിൾ അല്ല, മിഡിൽ ക്ലാസ് പീപ്പിൾ ഗ്രാപ്പിൾ വിത്ത് മണി. ഹാവ് അവിടെ വേണ്ട കേട്ടോ. SBI PO പ്രിലിംസ് ആൻഡ് മെയിൻസ് 2020 നടക്കാൻ പോകുന്ന എക്സാമിന് യൂസ് ആവും ഉറപ്പായിട്ട്. SBPO മെയിൻസ് 2023 വരുന്ന എക്സാമിന് ഉറപ്പായിട്ട്, കാരണം അഡ്വാൻസ് ലെവലിലാണ്, ഉറപ്പായിട്ട് ഉപകാരപ്പെടും കേട്ടോ. റിയ, യെസ്. His local accent was barely perceptible because he managed his English language fluently. Okay, fluently spelling V അവിടെ വേണ്ട കേട്ടോ. Yes, all right. അതെ, പ്രവാസി വോട്ട് കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതെ, എന്താവും നമുക്ക് കണ്ടറിയാം. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു എന്താ പറയാ ചോദ്യചിഹ്നമാണ് ഇതൊക്കെ.
So let's move people. മനസ്സിലായെങ്കിൽ എല്ലാവരും thumbs up ഇട്ടേ. Let's move to the question. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതായിരുന്നു. At the same time, he has projected himself as a tough prime minister that would implement the coalition's agenda. ഇതായിരുന്നു question. അപ്പോൾ എനിക്ക് ഇതിന്റെ ആൻസർ ഒന്ന് തന്നെ വേഗം പെട്ടെന്ന് ആൻസർ തന്നാൽ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. വേഗം ഇന്നത്തെ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ തന്നാൽ ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. പെട്ടെന്ന് വരൂ പോരട്ടെ ആൻസർ പോരട്ടെ. Can I get your answers, people? വേഗം ആട്ടെ. എത്ര പേര് ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, കുറച്ച് പേരെ ആൻസർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നന്ദിച്ച് നീ ചോദിച്ച ചോദ്യം ഇപ്പഴ എനിക്ക് പ്രസിപ്പൈസ് എന്ന് തന്നെ എന്തെങ്കിലും വക്കിൽ എത്തി നിൽക്കുക എന്നുള്ള ഒരെണ്ണത്തിന്റെ വക്കിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. അതായത് വീഴാൻ പോകുക എന്നുള്ള അർത്ഥമല്ല കേട്ടോ. ആ ഒരു അബൌട്ട് ടു കൊളാപ്സ് എന്ന അർത്ഥമല്ല. നമ്മൾ ഒരെണ്ണത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന വക്കിൽ നിൽക്കുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അതിന് പറയുന്നത്. ഓക്കെ, അതന്നെ അതിന്റെ അർത്ഥം പ്രസിപ്പൈസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ പിള്ളേരെ? ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ വേഗം പോരട്ടെ, ആൻസർ പോരട്ടെ. ലൈവിലുള്ളവർ ഒരു ലൈക്ക് ഇട പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, യെസ്. ദാറ്റും ഇല്ല നിബ്രാസെ, ദാറ്റ് ഇവിടെ വരാൻ പറ്റില്ല. എന്നറിയോ? ദാറ്റ് നമ്മൾ വരുന്നത് എപ്പോഴാ? ഒരു പേഴ്സണ് ദാറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എപ്പോഴാ? അതിന് കുറച്ച് സർട്ടൻ കണ്ടീഷൻസ് ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ റിലേറ്റീവ് പ്രൊനൗൺസ് എല്ലാ എക്സാംസിനും റിലേറ്റീവ് പ്രൊനൗൺസിനെ വെച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. എല്ലാ എക്സാംസിനും 1-2 ചോദ്യം ഉറപ്പായിട്ട് റിലേറ്റീവ് പ്രൊനൗൺസിൽ നിന്നുണ്ട്. ദാറ്റ് വിട്ട് പറയില്ല. ഇവിടെ ഒരു കൃത്യം എടുത്ത് പറയുന്നില്ല. നോക്കിയും അറ്റ് ദ സെയിം ടൈം he has projected himself as a tough prime minister, as the toughest prime minister എന്ന് കൊടുത്തിരുന്നെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലായിരുന്നു ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ദാറ്റ് കൊടുക്കാം. ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇല്ല, പുള്ളി ഒരു ടഫ് പ്രൈം മിനിസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ പുള്ളിയെ പറ്റിയ പറയുന്നത് സബ്ജക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റീവ് ആയിട്ടുള്ള റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഹൂ വുഡ് ഇംപ്ലിമെന്റ് ദ കൊളിഷൻസ് അജണ്ട എന്ന് കൊടുക്കണം കേട്ടോ നിബ്രാസ്. എന്നാൽ അതേ സമയത്ത് ഞാൻ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലായിരുന്നു കൊടുത്തതെങ്കിൽ, അതായത് ആ സെൻറ്റൻസ് അങ്ങനെയായിരുന്നു, അറ്റ് ദ സെയിം ടൈം he has projected himself as the toughest prime minister എന്നായിരുന്നെങ്കിൽ എനിക്കിവിടെ ദാറ്റ് കൊടുക്കുന്നു. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റൈറ്റ്. പക്ഷെ the toughest prime minister അല്ലല്ലോ കൊടുത്തേക്കണേ. ഒരു ടഫ് പ്രൈം മിനിസ്റ്റർ ആണ്. സോ ഹൂ വുഡ് ഇംപ്ലിമെന്റ് ദ കൊളിഷൻസ് അജണ്ട. ദാറ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നാൽ നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം. പേഴ്സന്റെ കൂടെ ആണെങ്കിലും ഏതിന്റെ കൂടെ ആണെങ്കിലും അതൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, റിലേറ്റീവ് പ്രൊനൗൺസിന്റെ യൂസേജ് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. മൂവിംഗ് ടു നെക്സ്റ്റ് സെറ്റ്. അതായത് ഇന്നത്തെ ക്വസ്റ്റ്യൻ പഠിച്ചോ. ലാസ്റ്റ് ഫ്രൈഡേ the government has increased the returns on some small saving schemes for the first quarter of 2023 by 20 basic points to 110 basic points. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് തന്നെയാണ് ഇന്നത്തെ ആർട്ടിക്കിളുടെ അന്തസത്ത. ഇത് തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ആർട്ടിക്കിൾ വന്ന മറ്റേ ആർട്ടിക്കിളിന്റെ. അപ്പൊ എനിവേസ് ലുക്ക് അറ്റ് ദി സെന്റൻസ് കെയർഫുള്ളി. ആൻസർ എനിക്ക് കോമന്റ് സെക്ഷനിൽ ഇടണേ, മറക്കല്ലേ, അക്കാര്യത്തിൽ മറക്കാൻ പാടില്ല. സോ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ഇനിയും ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ അഡാപ്റ്റഡ് ഫോർ കേരള സെൻട്രൽ എക്സാംസ്, അതാണ് നമുക്ക് 2 ടെലിഗ്രാം ചാനലും ഉണ്ട്. അപ്പോൾ 2 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ബി കണക്റ്റഡ് വിത്ത് ദസ് പീപ്പിൾ, അത് മറക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ എന്നും കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. കോമന്റ് സെക്ഷനിൽ ആൻസർ തരാം കേട്ടോ. ഡൗട്ട്സ് അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അഡാപ്റ്റഡ് ഫോർ മലയാളം ചാനൽ. താങ്ക് യു സോ മച്ച് എവറി വൺ. എൻജോയ് യുവർ ഡേ. അപ്പോഴും ഓർക്കുക, സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. കാരണം കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. ബൈ.